അല്ലാമ സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സീറയുടെ കിതാബായ അർ-റഹീഖുൽ മഖ്തൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഹിജ്റയുടെ അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അപ്രതീക്ഷിതമായി രാത്രി സമയത്ത് അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയി. അവിടെ പ്രവാചകനെ വധിക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടെ കാത്തിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പ്രവാചകൻ അവർക്ക് നഷ്ടപ്പെട്ടു. പകരം അവിടെ കടത്തിയുറക്കിയിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് അദ്ദേഹത്തിന് നിന്ന് കൃത്യമായ വിവരം അവർക്ക് ലഭിക്കുകയും ചെയ്തില്ല. അങ്ങനെ വഖററത് ഖുറൈശു വഖററത് ഖുറൈശുൻ ഫി ജൽസത്തിൻ ത്വാരിഅത്തിൻ മുസ്താജില, വളരെ പെട്ടെന്ന് ഒരു അടിയന്തരമായ ഒരു യോഗം അവർ വിളിച്ചുകൂട്ടി ഖുറൈശികൾ. ആ യോഗത്തിൽ ഇസ്തിഖ്ദാമൽ മുസ്താജില ഇസ്തിഖ്ദാമൽ ജമീഇൽ വസായിലില്ലത്തി യുംകിനു ബിഹൽ ഖബ്ലു അലർ റജുലൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തൻ്റെ കൂടെ യാത്രയിലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടികൂടാൻ ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ മാർഗങ്ങളാണോ ഉള്ളത് എന്ന് അവർ ആ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് വേഗത്തിൽ അവരെ പിടികൂടാൻ നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തുക എന്ന് പറഞ്ഞ് അവർ തീരുമാനത്തിലെത്തി. ഫവളഅത് ജമീഅ തുറുഖിൻ നാഫിദത്തി മിൻ മക്കത തഹ്തൽ മുറാഖബത്തിൽ മുസജ്ജലത്തി അശ്ശദീദ, മക്കയിൽ നിന്ന് അതിൻ്റെ നാനാഭാഗങ്ങൾ കൂടെ പുറത്തേക്ക് പോകുന്ന വഴികളിൽ മുഴുവനും ആയുധധാരികളായ ആളുകളുടെ കൃത്യമായ ഒരു നിരീക്ഷണത്തിൻ്റെ കീഴിൽ ഏറ്റവും ആദ്യം അവർ ആ വഴികളും പ്രദേശങ്ങളും അവർ നിർത്തി. മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സകല വഴികളിലും ആയുധധാരികളായ ജാഗ്രതയോടുകൂടെ ഇവർ വരുന്നതും കാത്തു നിൽക്കുന്ന ആളുകളെ, യുവാക്കളെ അവർ നിർത്തി ഏറ്റവും ആദ്യം. അതേപോലെ കമാ ഖററത് ഇഅ്താഅ മുകാഫഅത്തിൻ ലഖിമത്തിൻ ഖദ്റുഹാ മിഅതു നാഖത്തിൻ ബദല കുല്ലി വാഹിദിൻ മിൻഹുമാ ലിമൻ യുഈദുഹുമാ ഇലാ ഖുറൈശിൻ ഹയ്യൈനി ഔ മയ്യിതൈൻ, ജീവനോടെ അതല്ലെങ്കിൽ മരിച്ചിട്ടാണെങ്കിലും ഈ രണ്ട് ആളുകളിൽപ്പെട്ട ഓരോരുത്തരെയും ഖുറൈശികളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്ന ആൾക്ക് സമ്മാനമായി വലിയ ഭാരിച്ച ഒരു പ്രതിഫലം, അഥവാ 100 ഒട്ടകം. ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഖുറൈശികളുടെ ഇടയിൽ വലിയ വിലമതിക്കാത്ത വലിയ സമ്പത്താണ്. അങ്ങനത്തെ 100 ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തൻ്റെ കൂട്ടുകാരനെയും ജീവനോടെയോ മരിച്ചിട്ടാണെങ്കിലും ഖുറൈശികളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് രണ്ടുപേരെയും കൊണ്ടുവന്ന് കൊടുക്കുന്നവർക്ക് 200 ഒട്ടകം. കാഇനം മൻഖാൻ, അത് സമൂഹത്തിൽപ്പെട്ട ആരാണെങ്കിലും ആ വ്യക്തി ആരാണെങ്കിലും അവന് സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് ഖുറൈശികൾ തീരുമാനമെടുത്തു. വഹീന ഇതിൻ, ഈ പറയുന്ന വിളംബരവും ഖുറൈശികളുടെ ഈ തീരുമാനങ്ങളും പുറത്തു വന്ന സമയത്ത് ജദ്ദത്തിൽ ഫുർസാനു വൽ മുഷാത്തു വ ഖുസ്സാസുൽ അസരി ഫിത്തലബ്, കുതിരപ്പടയാളികളായ ആളുകൾ, അതേപോലെ തന്നെ കാൽനടയാത്രക്കാരായ ആളുകൾ, ആ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴികളെക്കുറിച്ച് കൃത്യമായി അറിവും പരിചയമുള്ള ആളുകളൊക്കെ അവർ ഓടാനും ഉത്സാഹിക്കാനും തുടങ്ങി. വൻതശറൂ ഫിൽ ജിബാലി വൽ ഉദിയാൻ, പർവ്വതങ്ങളിലും അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവനും അവർ അന്വേഷണവുമായി ആകെ പരന്നു. വൽ വിഹാദി വൽ ഹിലാബ്, കുന്നും മലകളും അവർ അരിച്ചു പെറുക്കാൻ തുടങ്ങി. ലാക്കിൻ മിൻ ദൂനി ജദ്വാ വബിഗൈരി ആയിദിൻ, അവർക്കൊരു ഫലവും അതുകൊണ്ട് ലഭിച്ചില്ല. പ്രത്യേകമായ എന്തെങ്കിലും ഒരു വിവരം അവർക്ക് ലഭിക്കാതെ അവർ കഠിനാധ്വാനം ചെയ്തു, അതിനൊരു ഫലവും ഉണ്ടായില്ല. വഖദ് വസലൽ മുതാരിദൂന ഇലാ ബാബിൽ ഗാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവർ മറഞ്ഞിരിക്കുന്ന ആ മാളത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് ഈ അന്വേഷകരായ ആളുകളെത്തി. വലാകിന്ന അല്ലാഹ ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ അവന് കഴിവും പ്രാപ്തിയുമുള്ളവനാണ്. അള്ളാഹുവിനെ മത്സരിച്ച് പരാജയപ്പെടുത്താനോ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അത് തകർത്ത് തരിപ്പണമാക്കാനോ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു വിജയിച്ചു, ശത്രുക്കൾ പരാജയപ്പെട്ടു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അവരുടെ യാത്രയെ വിവരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഖാല കുന്തു മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാരി, ഞാനും പ്രവാചകന്റെ കൂടെ
ആ മാളത്തിൽ ഞങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ മാളത്തിൻ്റെ ആ പർവ്വതത്തിൻ്റെ പേര് കുട്ടികളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ താമസിച്ച മാളത്തിൻ്റെ ആ പർവ്വതത്തിൻ്റെ പേര് എന്തായിരുന്നു? സൗർ എന്നായിരുന്നു. അപ്പോൾ റസൂലിന് വഹയി കിട്ടിയ മറ്റൊരു പർവ്വതം ഉണ്ടല്ലോ, അതിൻ്റെ പേരോ? നിങ്ങൾ കൃത്യമായിട്ട് ദർസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ബാറക്കല്ലാഹു ഫീക്കും. തയ്യിബ്. അദ്ദേഹം പറയാണ്, ഞാൻ റസൂലിൻ്റെ കൂടെ ആ മാളത്തിലായിരുന്നു. ഫറഫഅതു റഅസി, അപ്പം ഞാൻ എൻ്റെ തല ഒന്ന് ഉയർത്തി നോക്കി. ഫഇദാ അന ബി അഖ്ദാമിൽ ഖൗം, മുശ്രിക്കീങ്ങളുടെ പാദങ്ങൾ, കാൽപാദങ്ങൾ തലൻ്റെ മുകളിൽ ഞാൻ കണ്ടു. അവർ ആ പർവ്വതത്തിൻ്റെ മുകളിലുള്ള മാളത്തിൻ്റെ മുകളിൽ വന്ന് ആകെ നിരീക്ഷിക്കുകയാണ്. ഇവർ എവിടെയെങ്കിലും പോകുന്നതോ ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ ആ മാളത്തിലുണ്ട്. ഞാൻ അവരുടെ കാലിൻ്റെ പാദങ്ങളെ ഞാൻ കണ്ടു. അപ്പം ഞാൻ പ്രവാചകനോട് പറഞ്ഞു, യാ നബിയല്ലാഹു അന്ന ബഅദഹും തഅത ബസറഹു ലറആന, അവരെങ്ങനെ കാലിൻ്റെ താഴ്ഭാഗത്തേക്കൊന്ന് തല താഴ്ത്തി നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാല റസൂലുൻ ഉസ്കുത് യാ അബൂബക്കർ, മൗനം പാലിക്കേ, ഇസ്നാനി അല്ലാഹു സാലിസുഹുമ, നമ്മൾ രണ്ടുപേർ നമ്മുടെ കൂടെ സഹായിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അള്ളാഹുവിൻ്റെ കാവൽ, അവൻ്റെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ കാവലുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ സഹവാസവും സഹായമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക്, ശത്രുക്കൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റേ റിവായത്തിൽ മാ വന്നുക യാ അബൂബക്കറിൻ ബിസ്നൈനില്ലാഹു സാലിസുഹുമ, മറ്റേ റിവായത്തിൽ ഇങ്ങനെയാണ്, രണ്ടാളുകളെ സംബന്ധിച്ച് എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാഹു കൂടെ മൂന്നാമനായിട്ട് ഉള്ള അവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും അള്ളാഹു അവൻ്റെ പ്രത്യേകമായ മഅയ്യ ഖാസ്സ എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ അടിമകളുടെ കൂടെയും അള്ളാഹുവിൻ്റെ മഅയ്യത്തുണ്ട്. അവൻ്റെ നോട്ടവും അവൻ്റെ കേൾവിയും കാഴ്ചയും അവൻ്റെ നിരീക്ഷണവുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂടെ പ്രത്യേകമായ മഅയ്യത്തുണ്ടാകും മുഅ്മിനീങ്ങളുടെ കൂടെ. അതിൽ തന്നെ പ്രവാചകന്മാർ പോലത്തവരുടെ കൂടെ അതിലേറെ ഈ പറയുന്ന പ്രത്യേകമായ അൽ മഅയ്യത്തുൽ ഖാസ്സ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. മഹാനായ മൂസാ നബി പറഞ്ഞില്ലേ, ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നതുപോലത്തെ മഅയ്യത്തുണ്ടാകും. അതൊരു മനുഷ്യൻ്റെ ഈമാനനുസരിച്ച് അള്ളാഹുമായി അവൻ്റെ ഖുർബും സാമീപ്യവും അതിനനുസരിച്ചാണ് ആ സഹായങ്ങൾ ലഭിക്കുക. വഖദ് കാനത്ത് മുഅ്ജിസത്തൻ അക്റമല്ലാഹു ബിഹാ നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അവർക്ക് പ്രവാചകനും തൻ്റെ കൂടെയുള്ള തൻ്റെ സ്വാഹിബിനും അള്ളാഹു സുബ്ഹാനഹു നൽകിയ ഒരു ആദരവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തായിക്കൊണ്ട്. അങ്ങനെ ഏതാണെങ്കിലും ഫഖദ് റജഅൽ മുതാരിദൂന ഹീന ലം യബ്ഖ ബൈനഹു വ ബൈനഹും ഇല്ലാ ഖുതുവാത്തുൻ മഅദൂദ, എണ്ണപ്പെട്ട കാലടികൾ മാത്രം പ്രവാചകന്റെ അടുത്തേക്ക് എത്താനുള്ള സമയത്ത് അതുപോലും അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ അവർ നിസ്സഹായരായി നിരാശരായി മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ഹീന ഖമദത്തിനാറു തലബ്, അന്വേഷണമൊക്കെ ഒന്ന് കെട്ടടങ്ങി. വതവഖഫത് അമാലു ദൗരിയാത്തി തഫ്തീഷ്, അന്വേഷണത്തിന് വേണ്ടി പല ഭാഗങ്ങളിലും ഓടി നടക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചപ്പോൾ വഹദ അസായിറാത്തു ഖുറൈശിൻ ബഅദ ഇസ്തിംറാരിൽ മുതാറദത്തി അൽ ഹസീസത്തി സലാസത അയ്യാമിൻ, 3 ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആ മാളത്തിൽ അവർ കഴിച്ചുകൂട്ടിയിരുന്നു. ഈ 3 ദിവസവും അവർ വളരെ ജാഗ്രതയോടുകൂടെ അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ അവർക്ക് ബിദൂനി ജദ്വ, അവർക്കൊരു ഫലവും കിട്ടിയില്ല. അങ്ങനെ പിന്നെ തഹയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലുള്ള വിവരങ്ങളും ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നവരൊക്കെ ഈ വിവരങ്ങൾ ഇവരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതാണെങ്കിലും പിന്നീട് അവർ അവിടെ നിന്ന് ആ മാളത്തിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. വകാന ഖദ് ഇസ്തഅജറ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് അൽ-ലൈസി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ സമർത്ഥനായ ഒരു ഗൈഡായിരുന്നു. യാത്രക്കാരായ ആളുകൾക്ക് കൃത്യമായി വഴിയും ദിശയും കാണിച്ചു കൊടുക്കാൻ അതിൽ വിദഗ്ധനായൊരു മനുഷ്യനായിരുന്നു ഇയാൾ. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് അൽ-ലൈസി വകാന ഹാദിയൻ ഖിർരീതൻ മാഹിറൻ ബിത്വരീഖ്, വഴികളെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്ന വിദഗ്ധനായ, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് പറയുന്നത് പോലെ ഗൈഡ് എന്ന് പറയുന്ന ആളുകൾക്ക് വഴികാട്ടി കൊടുക്കുന്ന ഒരാളായിരുന്നു. ദലീൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഗൈഡ് എന്ന് പറയുന്ന വഴികാട്ടിയായിരുന്നു. അപ്പോൾ ഏത് ഭാഗത്തിൽ കൂടെയാണ് സഞ്ചരിച്ചാൽ ഇന്ന വഴിക്ക് ഇന്ന ദിശയിൽ കൂടെ ആളുകൾ സഞ്ചാരമുള്ളത്, ആളുകൾ സഞ്ചാരമില്ലാത്തത്, ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്, ശ്രദ്ധിക്കാത്തത്, എളുപ്പമുള്ള വഴി, പ്രയാസമുള്ള, ഇതൊക്കെ കൃത്യമായി അറിയുന്ന ആളായിരുന്നു. എന്നാൽ വകാന അലാ ദീനി കുഫാരി ഖുറൈശിൻ, ആ സമയത്ത് ആ മനുഷ്യൻ മുശ്രിക്കായിരുന്നു, കാഫിറായിരുന്നു. പക്ഷേ ചില കുഫാറുകൾ ദുന്യാവിൻ്റെ കാര്യത്തിൽ അവർ സമർത്ഥരായിരിക്കും.
ആ കാര്യത്തിൽ അവരെ വിശ്വസിക്കാനും കൊള്ളും എന്നുള്ളത്. ഏറ്റെടുത്ത ജോലി ബാധ്യത അവർ കൃത്യമായി അവർ നിർവഹിക്കും. അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് പകരമായി ഒരു മാന്യമായ ശമ്പളമോ അതേപോലെ സ്ഥാനങ്ങളൊക്കെ കൊടുത്താൽ അവർ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അതിൽ കൃത്യത പാലിക്കും അവർ. കുഫാറുകൾക്ക് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ആദർശത്തിൻ്റെ കാര്യത്തിൽ അവർ ഏതാണെങ്കിൽ ഈ മനുഷ്യനെന്ന് കാഫിറുകളുടെ കുഫാറുകളുടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ നോക്കണം, ആ മനുഷ്യൻ്റെ പേര് അബ്ദുല്ലാഹിബിൻ ഉറൈഖ്. അബ്ദുല്ല എന്നുള്ള പേരാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു ഒരു ഭാഗത്തിൽ കൂടെ, അതോടുകൂടെ ശിർക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഖുറാഫാത്തൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായൊരു തെളിവാണ് ഈ വിഷയത്തിൽ. അവർ പലപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കൽ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മറ്റ് മതക്കാരെക്കുറിച്ചാണ് മുശ്രിക്ക് എന്ന് പറയലുണ്ട്. സത്യം അങ്ങനെയല്ല. അള്ളാഹുവിനെ ഒരു ഭാഗത്തിൽ കൂടെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യും, മറുഭാഗത്തിൽ കൂടെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന ആ പണിക്കാരാണ് മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള മറ്റ് മതക്കാർ കുഫാറുകളാണ് ശരി, സത്യനിഷേധികൾ, അള്ളാഹുവിനും പരിചയമില്ല, റസൂലിനും പരിചയമില്ല, ദീനും പരിചയമില്ലാത്ത ആളുകൾ. ഈ മനുഷ്യൻ്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. വ അമന്നാഹു അലാ ദാലിക്. ഇവർക്ക് ശരിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ സാഹിബും ഈ മനുഷ്യനെ വിശ്വസിച്ചു. വസല്ലമ ഇലൈഹി റാഹിലതൈഹിമ. ഹിജറ പോകുന്നതിൻ്റെ മുമ്പ് ഈ മനുഷ്യനുമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായി ഏൽപ്പിച്ച് അവരുടെ വാഹനങ്ങളെ, 2 ഒട്ടകങ്ങളെ ഈ വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നിടത്ത് നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട്. വവാഅദാഹു ഗാറ സൗരിൻ ബഅദ 3 ലയാലിൻ. 3 രാപ്പകലുകൾ കഴിഞ്ഞതിന് ശേഷം സൗർ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് വരണമെന്നായിരുന്നു കരാറ്. ബിറാഹിലതഹിമ, അവർ രണ്ടാടെയും വാഹനത്തോടുകൂടെ. ഫഖദ് കാനത്ത് ലൈലത്തുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയുടെ രാത്രിയായിരുന്നു. ഗർറത്ത റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആരംഭത്തിൽ. സനത്ത വാഹിദിൻ, ഹിജ്റ 1-ാമത്തെ വർഷം. ഹിജ്റ ആരംഭിക്കുകയാണ്, അപ്പോൾ 1-ാമത്തെ വർഷം. ജാഅഹുമാ അബ്ദുല്ലാഹിബ്നു ഉറൈഖ്. ആ മനുഷ്യൻ, ആ ഗൈഡ്, ആ ദലീൽ, വഴികാട്ടി ആ വ്യക്തി വന്നു. ബിർറാഹിലതൈനി, അവർ ഏൽപ്പിച്ച 2 വാഹനവും കൊണ്ട്. വഹീന ഇതിന് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, ബി അബി അൻത യാ റസൂലല്ലാഹ്, എൻ്റെ പിതാവിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്നു, പിതാവിനെ നിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആദരവിൻ്റെ വലിയൊരു വാക്കാണത്. ഖുദ് ഇഹ്ദർ റാഹിലതൈ ഹാതൈൻ, എൻ്റെ 2 വാഹനം അദ്ദേഹം വാങ്ങി തയ്യാറാക്കി വെച്ചതായിരുന്നു, മുമ്പ് നമ്മൾ ദർസിൽ പറഞ്ഞു. എൻ്റെ ഈ 2 വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. വഖറബ ഇലൈഹി അഫ്ളലഹുമാ, അതിൽ ഏറ്റവും വേഗതയും ശക്തിയും യാത്രക്ക് പറ്റുന്നതും ഇണക്കവുമൊക്കെയുള്ള അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അങ്ങോട്ട് അതിനെ അടുപ്പിച്ചു. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സമൻ, വിലക്ക്, കാശിന് മതി, വെറുതെ വേണ്ട. സഹോദരനാണ്, ആത്മസുഹൃത്താണ്, എല്ലാ നിലക്കും സഹായം ചെയ്യുന്ന ആളാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെറുതെ വാങ്ങാതെ അതിനുള്ള വില കൊടുത്തിട്ട് വാങ്ങുക എന്നുള്ള ആ മാന്യത, ആ ഒരു ആദരവ് അത് പ്രവാചകൻ അവിടെ കാണിച്ചു എന്നുള്ളതാണ്. വഅതതുഹുമാ അസ്മാഉ ബിന്തു അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ അവർ യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രയിലുള്ള യാത്രക്കാർക്കുള്ള ഭക്ഷണം വേണ്ടി വരും. അത് 2 റിവായത്തുകളുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് അസ്മാ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് വന്നു എന്നുള്ളതാണ്. അവരുടെ സഹോദരൻ്റെ ഒക്കെ കൂടെ വന്നിട്ടുണ്ടാവാം, അതല്ല വീട്ടിൽ വെച്ചാണ് ഈ സംഭവം എന്നും അഭിപ്രായമുണ്ട്. ഏതാണെങ്കിലും ബിസുഫ്രത്തിഹിമ, സുഫ്രത്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറബികളായ ആളുകൾ ആ വാക്കോട് ഉദ്ദേശിക്കുന്നത് ഒരാൾ യാത്ര പോകുമ്പോൾ അവന് വീട്ടുകാർ ഒരുക്കി കൊടുക്കുന്ന ഭക്ഷണത്തിനാണ് സുഫ്ര എന്ന് പറയും. സുഫ്രയിൽ ഉണ്ടാകുന്ന ഭക്ഷണം. അതും കൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ വന്നു. വനസിയത്ത് അൻ തജഅല ലഹാ ഇസാമൻ, അതിലൊരു കയറ് അതിൻ്റെ കൂടെ കൊണ്ടുവരാൻ അവർ മറന്നു. ആ യാത്ര പെട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ സമയത്തുള്ള അതിൻ്റെ ഒരുക്കും ആ വേഗതയും ആ ടെൻഷനും പറയുന്ന ഭാര്യ ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ ഒരു കയറെടുക്കാൻ അവർ മറന്നു. ഫലം മർത്തഹല, അങ്ങനെ അവർ യാത്രക്കൊരുങ്ങി തയ്യാറായപ്പോൾ വാഹനത്തിൻ്റെ പുറത്ത് കയറിയ സമയത്ത് ദഹബത്തിലി തുഅല്ലിഖ സുഫ്രത, ആ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ കെട്ടിവെക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ഫഇദൻ ലൈസ ലഹാ ഇസാമുൻ, കെട്ടാനുള്ള കയറെടുത്തിട്ടില്ല. കെട്ടാനുള്ള സ്ത്രീകൾ ഇങ്ങനത്തെ സമയത്തൊക്കെ വളരെ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, വേഗതയോടെ, ചില സ്ത്രീകൾ പിന്നെ സാവധാനം അങ്ങനെയല്ല, ചില സമയത്ത് അത്യാവശ്യമുള്ള സമയത്ത്. നമ്മുടെ നാട്ടിൽ പുരുഷന്മാരായ ആളുകളും ചില വിഷയങ്ങളിൽ വളരെ വേഗത കുറവാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. നമ്മൾ സൗദിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് കടകളിലൊക്കെ വന്നാലും തന്നെ ആളുകൾ പറയും സുറ വേഗതയിൽ. നമ്മളെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ എടുക്കുന്ന ജോലിയുടെ കാര്യത്തിൽ വേഗത ഒരല്പം കുറവാണ് എന്ന അഭിപ്രായമുണ്ട്. അറബികളെടുത്ത കുറച്ച് വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം.
അത് വേഗതയിൽ ചെയ്യും. വേഗത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അപകടത്തിലേക്ക് പോകുന്ന വാഹനങ്ങളിലെ വേഗതയല്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കടകളിലും മറ്റും ജോലി ചെയ്യുമ്പോൾ മുന്നിൽ കുറച്ച് ആളുകളൊക്കെ ആവശ്യവുമായി വന്നിട്ടുണ്ടെങ്കിൽ കഴിയുന്നത് വേഗത്തിൽ സാധനങ്ങൾക്ക് എടുത്തു കൊടുത്ത് കണക്ക് കൂട്ടി തീർത്ത് അവർക്ക് പോകാനും, അത് കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കടയിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ കിട്ടിപ്പോരാൻ, അതിൻ്റെ കാശ് കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പലപ്പോഴും വിദഗ്ധരായ വർഷങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അതിന് സമയം പിടിക്കും. അതല്ല ശരിക്കും ജോലി ചെയ്യുമ്പോൾ അതിൽ വേഗതയും അതേപോലെ തന്നെ കൃത്യതയും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന നല്ല ആദാബുകളിലും അതേപോലെ തന്നെ വിദഗ്ധരായ ആളുകൾ അതിൽ കാണിക്കുന്ന സമർത്ഥതയിലൊക്കെ പെട്ട കാര്യങ്ങളാണ്. വേഗത വേണം. അതല്ലെങ്കിൽ വളരെ 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 സാവധാനത്തിലായി ഉദ്ദേശിച്ച സമയത്ത് കിട്ടാതെ അങ്ങനെയാവരുത്. അപ്പം അവർ അതിന് കയറ് കെട്ടാനുള്ളത് ഇല്ലാതെ വന്നപ്പോൾ ഫശഖ്ഖത്ത് നിതാഖഹാ ബിസിനൈൻ, അവരുടെ നിതാഖ് എന്ന് പറയുന്നൊരു വസ്ത്രമുണ്ട്. നിതാഖ് എന്ന് പറയുന്ന വസ്ത്രം അറബികളായ സ്ത്രീകൾ ജോലി തിരക്കും കാര്യം വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ ധരിച്ച വസ്ത്രമൊന്ന് അല്പം പൊങ്ങി നിൽക്കാൻ വേണ്ടി ഊരഭാഗത്ത് കെട്ടിവെക്കുന്ന ഒരു ഷാളാണ് ശരി. അവർ ധരിച്ച വസ്ത്രം അത് കുറച്ച് ഉയർത്തിപ്പിടിച്ചിട്ട് ജോലിക്ക് വേഗത കിട്ടാൻ വേണ്ടി അവരുടെ ഊരഭാഗത്ത് ഈ ഒരു ഷാൾ കൊണ്ട് ഈ തട്ടം കൊണ്ട് കെട്ടിവെക്കും. അതിനാണ് നിതാഖ് എന്ന് പറയും. അതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ. ഒന്ന്, അറബികളായ സ്ത്രീകൾ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്തും അവരുടെ കാലൊക്കെ മറയുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരുന്നവരായിരുന്നു എന്നൊരു പാഠം. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് യുവതികളൊക്കെ പുരുഷന്മാരോട് പറഞ്ഞ ആ വസ്ത്രധാരണ സ്ത്രീകൾ നടപ്പാക്കാൻ, നിസ്ഫുസാക്ക് എന്ന് പറയുന്ന വസ്ത്രധാരണം. നിസ്ഫുസാക്ക് ഈ ജീൻസിൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്ത്രീകളുടെ കണങ്കാലിൻ്റെ മധ്യത്തിലേക്ക് കയറി പൊങ്ങുന്ന ആ ഒരവസ്ഥയിലുള്ള വസ്ത്രങ്ങളാണെന്ന് ആധുനികമായിട്ട് നമ്മുടെ നാട്ടിലെ യുവതികൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം യുവതികൾ അത് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല മുസ്ലിം സ്ത്രീകൾ അവരുടെ ശരീരം മറച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ജോലിയിൽ വേഗത കിട്ടാനും കുറച്ച് ആശ്വാസത്തിന് വേണ്ടി അവർ ഈ പറയുന്നൊരു ഷാൾ കൊണ്ട് അവരുടെ ആ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമൊന്ന് കയറ്റി നിൽക്കാൻ, പൊങ്ങി നിൽക്കാൻ കെട്ടിവെക്കലുണ്ടായിരുന്നു. അതിനാണ് നിതാഖ് എന്ന് പറയും. അപ്പോൾ അത് കെട്ടിയിട്ട് വേഗത്തിൽ ജോലി ചെയ്യാണ്, ഒരിക്കൽ തയ്യാറാക്കുകയാണ്. വാപ്പയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വലിയൊരു യാത്രക്കൊരുങ്ങാണ്. ഭാരിച്ച യാത്രയാണ്, ദീനിയായിട്ട് വളരെ ഉത്തമമായ യാത്രയാണ്, ശത്രുക്കളെ പേടിച്ചുകൊണ്ടുള്ള ജാഗ്രതയോടുകൂടുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ വളരെ സൂക്ഷ്മതയോടെ, കരുത്തോടെ, വേഗതയോടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഏതാണെങ്കിലും ആ കയറില്ലാതെ വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അവർ ധരിച്ചിരുന്ന അവരുടെ ഊരയിൽ കെട്ടിവെച്ചിരുന്ന ആ നിതാഖ് രണ്ട് കഷ്ണമായിട്ട് കീറിയിട്ട് അതുകൊണ്ട് ആ വസ്ത്രം, ആ പറയുന്ന ഭക്ഷണത്തിൻ്റെ പൊതികൾ അവർ കെട്ടി വൃത്തിയാക്കി എന്നുള്ളതാണ്, ഭദ്രമാക്കി. അങ്ങനെ ഫസുമ്മിയത്ത് ദാത്തുൻ നിതാഖൈൻ, അസ്മാ റളിയല്ലാഹു അൻഹയ്ക്കുള്ള ഒരു പേരാണ് ദാത്തുൻ നിതാഖൈൻ എന്ന് പറയുന്ന യാത്രക്ക് അവർ ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ തയ്യാറെടുപ്പ് നടത്തിക്കൊടുത്ത് സഹായിച്ചു കൊടുത്തതിൻ്റെ പേരിൽ, ആ പേരിൽ അവർ പ്രസിദ്ധയായിരുന്നു. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ ഇതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിതാഖ് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഹദീസുകളൊക്കെ വന്നത് കാണാൻ കഴിയും. അങ്ങനെ ദാത്തുൻ നിതാഖ് എന്നുള്ള പേരിൽ അവർ പ്രസിദ്ധിയായി. ثم ارتحل رسول الله صلى الله عليه وسلم وأبو بكر رضي الله عنه യാത്ര പുറപ്പെട്ടു. വർത്തഹല മാഹുമാ ആമിർ ഇബ്നു ഫുഹൈറ, ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന വ്യക്തിയും അവരോടുകൂടെ യാത്ര പുറപ്പെട്ടു. ആരായിരുന്നു ആമിർ ഇബ്നു ഫുഹൈറ? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആരാണ് പറയാ? ആമിർ ഇബ്നു ഫുഹൈറ എന്ന പേരിലുള്ള ആൾ ആരായിരുന്നു? അപ്പോൾ ദർസ് നല്ലോണം ശ്രദ്ധിക്കണില്ല എന്നും തോന്നും. പറഞ്ഞോളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ആമിർ ഇബ്നു ഫുഹൈറ, ആ അടിമ ഉണ്ടായിരുന്നു, ആടിനെയും കൊണ്ട് വരലുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. അഖദ ബിഹിം അദ്ദലീൽ, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന കാഫിർ മുശ്രിക്കുമായിരുന്നു. പക്ഷേ തൊഴിലിൽ വിദഗ്ധനായിരുന്ന ആ മനുഷ്യൻ അവരെയും കൂടി അലാ ത്വരീഖി സാഹിൽ, കടലിൻ്റെ ആ ഭാഗത്തിൽ കൂടെ മദീനയിലേക്ക് പോകുന്ന ആ പ്രദേശമുണ്ട്, മക്കയിൽ നിന്ന് പോയി സൗർ പർവ്വതത്തിൻ്റെ അവിടുന്ന് കടൽ ഭാഗത്തേക്ക് പോകുന്ന ആ വഴിയിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞത്. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല അടിമയാണ്. ആ അടിമ ഇവർക്ക് സഹായത്തിന് വേണ്ടി അദ്ദേഹം കൂടെയുണ്ട്, 4 പേരായിട്ട്. വഅവ്വലു മാ സലക ബിഹിം ബഅദൽ ഖുറൂജി മിനൽ ഗാർ, ആ മാളത്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ശേഷം ഏറ്റവും ആദ്യം അവർ സഞ്ചരിച്ചത്
അന്നഹു അംഅന, ഈ പറയുന്ന വഴികാട്ടി അദ്ദേഹം വളരെ സൂക്ഷിച്ചു, ഇത്തിജാഹിൽ ജനൂബി നഹ്വൽ യമൻ, യമനിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആ ദിശയിൽ, മദീനയിലേക്ക് പോകുന്നതിന് നേരെ പടിഞ്ഞാറ് ആ ഭാഗത്തേക്കുള്ള അങ്ങോട്ടാണ് തിരിഞ്ഞത്, പിന്നെ വടക്ക് ഭാഗത്തേക്കാണ് തിരിഞ്ഞത്. സുമ്മത്തജഹ ഗർബൻ നഹ്വ സാഹിൽ, പിന്നെ കുറച്ച് മുന്നോട്ട് പോയതിൻ്റെ ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ഹത്താ ഇദാ വസല ഇലാ ത്വരീഖിൻ ലം യഅലഫഹു നാസ്, ആളുകൾക്ക് പരിചയമില്ലാത്ത, ജനസഞ്ചാരമില്ലാത്ത, യാത്രക്ക് ഒരു പരിധിവരെ യോഗ്യമല്ലാത്ത, കാട് മൂടിക്കിടക്കുന്ന പിന്നൊരു വഴിയിലേക്കാണ് അദ്ദേഹം പ്രവേശിച്ചത്. ഇത്തജഹ ഷിമാലൻ, എടഭാഗത്തേക്ക് തിരിഞ്ഞു, മക്കയിൽ നിന്ന് എടഭാഗത്തേക്ക്, അലാ മഖ്റുബത്തിൻ മിൻ ഷാത്തി ഇൽ ബഹർ, സമുദ്ര ചെങ്കടലിൻ്റെ അടുത്തുള്ള ആ കരയിലേക്ക് അടുത്ത വഴിയാണത്. പിന്നെ വസലക ത്വരീഖൻ ലം യകുൻ യസ്ലുഖുഹു അഹദൻ ഇല്ലാ നാദിർ, അപൂർവമായി ആൾ സഞ്ചാരമുള്ള, സാധാരണക്കാരും സഞ്ചരിക്കാത്ത, കുറച്ച് ദൂരമാണ്, കാടുമൂടിയതാണ്, കല്ലും മലകളും ഉള്ളതാണ്, സഞ്ചാരയോഗ്യമല്ലാത്തതാണ്. പിന്നെ ആ വഴിയിലേക്ക് ഇദ്ദേഹം സഞ്ചരിച്ചു. ഇവരെ സുരക്ഷിതരായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇതാണ് ബാധ്യത, ഇതാണ് ജോലി. അപ്പോൾ അതിന് പറ്റുന്ന നിലക്കുള്ള കൗശലങ്ങളും സൂക്ഷ്മതയും ജാഗ്രതയും അയാൾ ആ യാത്രയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സീറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ, ഹിജ്റയുടെ യാത്രയിൽ പോയ ആ സ്ഥലങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഖാല ലമ്മ ഖറജ ബിഹിമ ദലീൽ, ആ വഴികാട്ടി അവരെയും കൊണ്ട് പുറപ്പെടുകയാണ്. സലക ബിഹിമ അസ്ഫല മക്ക, മക്കയുടെ താഴ്ഭാഗത്തേക്ക്, മക്കയിൽ ചെന്ന് അതിനെക്കുറിച്ച് അറിയുന്ന, സ്ഥലത്തിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയും അത്, അങ്ങോട്ട് സഞ്ചരിച്ചു. സുമ്മ ബിഹിമ അല സാഹിരി ഹത്താ ആറള ത്വരീഖ, സാധാരണയുള്ള ആ വഴിയെ നേരെ മുറിച്ച് കടന്നിട്ട് കടൽക്കരയിൻ്റെ ആ ഭാഗത്തേക്കുള്ള വഴിയിലേക്ക് പോയി. അത് ഉസ്ഫാനിൻ്റെ താഴ്ഭാഗം എന്നുള്ള പ്രദേശമാണ്. പിന്നെ അവരെയും കൊണ്ട് അല അസ്ഫലി അമജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി. പിന്നീട് അവരെയും കൊണ്ട് നേരെ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് വീണ്ടും മുറിച്ച് കടന്നിട്ട് പിന്നെ ഖുദൈദ് എന്ന് നമുക്കൊക്കെ അറിയുന്ന ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ കാണലുണ്ട്, സൗദിയിൽ ചെന്ന, മക്കയിൽ ചെന്നാൽ കാണാം. അങ്ങോട്ട് ആ ഭാഗത്തെ അതിൽ സഞ്ചരിച്ചു. പിന്നെ അവരെയും കൊണ്ട് അവിടെ നിന്ന് അവർ യാത്ര പോയിട്ട് ഖറാർ എന്ന് പറയുന്ന പ്രദേശത്തെത്തി. പിന്നീട് സനിയത്തുൽ മുറ, പിന്നെ അവരെയും കൊണ്ട് ലഖുഫ്, പിന്നെ അവരെയും കൊണ്ട് മുദ്ലജ് ലഖുഫ് എന്ന് പറയുന്ന, പിന്നീട് കുറച്ച് താഴ്ഭാഗത്തേക്ക് സഞ്ചരിച്ചു, ഒരു പക്ഷേ പർവ്വതം ഇറങ്ങിയിട്ടായിരിക്കാനാണ് സാധ്യത, മുദ്ലജ് മജാഹി എന്ന് പറയുന്ന, പിന്നെ അവരെയും കൊണ്ട് മർജഹ് മജാഹ് എന്ന് പറയുന്ന പ്രദേശം, പിന്നീട് ദിൽ ഖുസൂൻ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ ദീ കുഷുർ, സുമ്മ അഖദഹിമ അലൽ ജദാജിദ്, സുമ്മ അലൽ അജ്റദ്, സുമ്മ സലക ബിഹിമ ദാസലിം, പിന്നെ മിൻ ബത്നി അഅദാഇ മുദ്ലജ് തഅഹൻ എന്ന് പറയുന്ന പ്രദേശം, പിന്നെ അബായിദ്, സുമ്മ അജാസ ബിഹിമ അൽ ഫാജ, ثم هبط بهما العرج ثم سلك بهما ثنية العائر عن يمين റക്കൂബ പ്രദേശങ്ങളൊക്കെ സൗദിയിൽ അറിയപ്പെട്ടതാണ് ഇന്നും. ഹത്ത ഹബത്ത ബിഹിമ ബത്നുർ റസും എന്ന് പറയുന്ന സ്ഥലം, പിന്നീട് സുമ്മ ഖദിമ ബിഹിമ അലാ ഖുബാ, മസ്ജിദ് ഖുബാ എന്നുള്ള പള്ളിയും കാര്യങ്ങൾക്കുള്ള അങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങൾ കാരണം പിന്നെ ഒരാൾ കൊണ്ടോട്ടി കൂടി പോകുന്നു, പിന്നെ രാമനാട്ടിൽ കൂടി പോകുന്നു, പിന്നെ ഫറൂഖ് കൂടി പോകുന്നു, പിന്നെ വാളൂർ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പക്ഷേ മനസ്സിലാകും. അറബി നാട്ടിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് അറിയും. ഇന്ന് മക്കയിൽ നിന്നും ജിദ്ദയിൽ നിന്നും മദീനയിലേക്ക് ഉണ്ടാക്കിയ വിശാലമായ 6 വരിയോ 8 വരിയോ പാതയുള്ള ആ റോഡിൽ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന പേരുള്ള ഒരു വഴിയുണ്ട്. സത്യത്തിൽ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയ വഴി, കൃത്യമായിട്ട് അതല്ല. ആ വഴി ചില സ്ഥലത്ത് ഖുദൈദ്, അതേപോലെ അത് ഖുബായിൽ ചെന്ന് മുട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ചില പ്രദേശങ്ങളിൽ കൂടെ ഈ റോഡ് പോകുന്നുണ്ട്. സൗദി ഗവൺമെൻറ് അത് ഇന്ന് മക്കയിൽ നിന്നും ജിദ്ദയിൽ നിന്ന് മദീനയ്ക്ക് വളരെ വേഗതയിൽ എളുപ്പത്തിൽ എത്താനുള്ള ഒരു വഴി അവർ കണ്ടുപിടിച്ചിട്ട് വെട്ടിയുണ്ടാക്കിയതാണ്. അതിന് പേര് ത്വരീഖുൽ ഹിജ്റത്തൈനി എന്ന് കൊടുത്തതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ട് മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തിയത് ഖുബയിലാണ്. ആ ഖുബയിലേക്ക് തന്നെയാണ് ഇന്നും ഈ ത്വരീഖുൽ ഹിജ്റത്തൈനി ഇവിടുന്ന് പോയാൽ അവിടെയും എത്തുന്നത്. അതല്ലാതെ പ്രവാചകൻ ഹിജ്റ പോയത് എന്ന് പറഞ്ഞാൽ സഞ്ചാരയോഗ്യമല്ലാത്ത, അന്ന് ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗമില്ലാത്ത, വളരെ കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട മലമ്പാതകളും അതേപോലെ തന്നെ പ്രയാസകരമായ വഴിയിൽ കൂടിയാണ്. ശത്രുക്കളായ ആളുകളുടെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതരായിട്ട് എത്താൻ വേണ്ടി വിദഗ്ധനായ മനുഷ്യൻ അവരെയും കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചതുമാണ്. ഏകദേശം 380 കിലോമീറ്റർ 8 ദിവസങ്ങൾ പിടിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത്. 8 ദിവസം പിടിച്ചു. പകലുകളിലെ യാത്ര 380ഓളം കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു.
അത് ഏകദേശം ഇന്ന് ഈ പറയുന്ന വഴികൾ കാര്യങ്ങൾ കാണിച്ചു തന്നത് പിന്നെ നെറ്റിലും മറ്റുമൊക്കെ നമുക്ക് നോക്കിയാൽ ഇതിൽ നിങ്ങൾക്ക് അടുത്തിരിക്കുന്നവർ കാണുന്നറിയില്ല, ഈ പച്ച നിറത്തിൽ കാണുന്ന വളഞ്ഞും പൊളഞ്ഞും പോകുന്ന ഈ വഴി അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ വഴികൾ. സൗദി ഗവൺമെൻറ് നിന്ന് കൃത്യമായിട്ടത് പിന്നെ അതിൻ്റെ അടയാളം കാര്യങ്ങളും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഈ വഴിയായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലത്തെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കഷ്ടപ്പാട് സഹിച്ച ദുരിതം പിടിച്ച അങ്ങനത്തെ ഒരു വഴിയിൽ കൂടിയാണ് ഇവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എന്നുള്ളതാണ്. സന്തോഷകരമായി ആളും പാളും കൂടി കുടുംബ യാത്രകളായി, പേരിന് ഉംറ എന്നാൽ കുടുംബത്തിൻ്റെ യാത്ര, ട്രിപ്പ്, ടൂറ് ഇതൊന്നുമല്ലായിരുന്നു. വളരെ കഷ്ടപ്പാടുകളും യാതനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത് എന്നുള്ളതാണ്. ത്വരീഖുൻ വഅറ, കാട് മൂടിക്കിടക്കുന്ന വഴിയായിരുന്നു. വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. മക്കയിൽ നിന്ന് വിദൂരതയുള്ളതായിരുന്നു. ആളുകളുടെ കണ്ണിൽപ്പെടാത്തതായിരുന്നു. യാത്രക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമായ സൗകര്യങ്ങളോ വിഭവങ്ങളോ ഒന്നും ലഭിക്കുന്ന പ്രദേശം ആയിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിനും അത് നമ്മളിലേക്ക് എത്തിക്കാനും അതിനുവേണ്ടി അവരെടുത്ത ത്യാഗങ്ങൾ, യാതനകൾ അതായിരുന്നു. ഈ പറഞ്ഞ പേരുകളൊന്നും വളരെ കൃത്യമായി അതിൻ്റെ ഫത്വയും ഖുസ്റും ഇറാബുകളൊന്നും ഞാൻ നോക്കിയതുമല്ല, ഏകദേശം മനസ്സിലായ രൂപത്തിൽ നിങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ്. റവൽ ബുഖാരി റഹിമഹുല്ലാ അൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അസ്റൈന ലൈലതന വമിനൽ ഗദ്, 2 രാത്രിയും 1 പകലും ദീർഘമായിട്ട് ഞങ്ങൾ സഞ്ചരിച്ചു വിശ്രമമില്ലാതെ. അങ്ങനെ ഹത്താ ഖാമ ഖായിമുൽ വഹീറ, 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസത്തിൻ്റെ ളുഹുർ സമയമാകുന്നത് വരെ. വഖല ത്വരീഖ്, വഴിയിലാരുമില്ല, ആളുകളുടെ സഞ്ചാരമൊന്നുമില്ല, ഉച്ച സമയമാണ്, വെയിലിൻ്റെ ചൂടും കഠിനമാണ്. ലാ യമുറു ഫീഹി അഹദിൻ, വഴിയിൽ ആരുമില്ലാത്ത സമയത്ത് ഫറുഫിഅത് ലനാ സഖറത്തുൻ തവീല, ദീർഘമുള്ള വലിയൊരു പാറക്കല്ല് യാത്രയിൽ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അതിൻ്റെ അടുത്തുകൂടി ഞങ്ങൾ യാത്ര പോവുകയാണ്. ലഹാ ളില്ലുൻ, അതിന് നിഴലുണ്ട്. ലം തഅതി അലൈഹ ശംസു, അവിടെ സൂര്യൻ വെളിച്ചം വെയിൽ വന്നിട്ടില്ല. ഫനസൽനാ ഇൻദഹു, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. വസവൈതു ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാനൻ ബി, എൻ്റെ കൈ കൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ഥലം ഞാൻ സമമാക്കി ശരിയാക്കി കൊടുത്തു. യനാമു അലൈഹി, അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി. വബസത്തു അലൈഹി ഫർവത്തൻ, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തുകൽ, കാർപ്പറ്റ് പോലെ അതല്ലെങ്കിൽ മുസല്ല പോലെയൊക്കെ അവർ വിരിക്കുന്ന ഒരു തുകലിൻ്റെ കഷ്ണം ഞാൻ അവിടെ വിരിച്ചു കൊടുത്തു. വഖുൽതു നം യാ റസൂലല്ലാഹ്, ഒന്ന് ഉറങ്ങിക്കോളി, വിശ്രമിച്ചോളി എന്ന് പറഞ്ഞു. വഅന അൻഫുദു ലക മാ ഹൗലക്, പരിസരത്ത് ചുറ്റുഭാഗത്തുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഏഴജന്തുക്കളോ ശത്രുക്കളോ അതല്ലെങ്കിൽ പിടിമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫനാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. അദ്ദേഹത്തിനും ക്ഷീണമുണ്ടാകും, പക്ഷേ അവിടെ നിന്നുള്ള സ്നേഹവും ആദരവും സഹായങ്ങളും. വഖറജ്തു അൻഫുദു മാ ഹൗലഹു, പ്രവാചകൻ അവിടെ വിശ്രമിക്കുന്നതിൻ്റെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. ശത്രുക്കളുണ്ടോ, ഏഴജന്തുക്കളുണ്ടോ, പിടിമൃഗങ്ങളുണ്ടോ, അപകടം എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊന്നുമില്ലാത്ത സമയത്ത് ഫൈദാ അന ബിറാഇൻ, ഒരു ആടിനെ നോക്കുന്ന മേക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. സ്വാഭാവികമായിട്ടും അടിമകളായിരിക്കും, മലമ്പാതകളിൽ കൂടെ ചെരുവുകളിൽ കൂടെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ആടുകളെ നോക്കുന്ന പണിയെടുക്കുന്നു. മുഖ്ബിലും ബി ഗനമിഹി ഇല സഖറ, ആ പാറക്കല്ലിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അവനും അവൻ്റെ ആടുകളെയും കൊണ്ടുവരുന്നത്. യുരീദു മിൻഹാ മിസ്ലൽ അർദിന്, ഞങ്ങൾക്ക് എന്താണോ അവിടെ ഉദ്ദേശം, നേരത്തൊന്ന് വിശ്രമിക്കലാണ്. ആ മനുഷ്യനും പാവത്തിനും അവിടെ ഒന്ന് വിശ്രമിക്കണം ആ തണലിൽ, അത് തന്നെ അവനും ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ലിമൻ അൻത യാ ഗുലാം, ആരടിമയാണ് നീ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ലിറജുലിൻ മിൻ അഹ്ലിൽ മദീന ഔ മക്ക. ഈ മക്ക മദീന എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത റാവിമാർക്കുള്ള സംശയമാണ്. മക്കക്കാരായ ഒരാളെ പേര് പറഞ്ഞിട്ട് അവൻ്റെ അടിമയാണ്. പുൽത്തു, ഞാൻ ചോദിച്ചു, അഫീ ഗനമിക ലബനിൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ കറക്കാൻ പറ്റുന്ന പാലുള്ളതുണ്ടോ? കാലനാം, അവൻ പറഞ്ഞു അതെ. പുൽത്തു അഫതഹലും, എന്ന കറന്നൊരൽപ്പം തരാൻ എനിക്ക് അനുവാദമുണ്ട്. യജമാന്മാർ, ചില ആളുകൾ നല്ലവർ, യാത്രക്കാരോ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാല് വേണമെങ്കിൽ കറന്നു കൊടുത്ത് ഉണ്ട് എന്ന് പറയുന്ന നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാകും. ഇവൻ്റെ യജമാൻ ഒരു പക്ഷേ അതാകും, അതുകൊണ്ട് അടിമ സമ്മതം കൊടുത്തു എന്നുള്ളതാണ്. കാല, അതല്ലാതെ അടിമ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാന്നുള്ളതല്ല. കാല, അപ്പോൾ അവൻ പറഞ്ഞു അതേ കറക്കും എന്ന് പറഞ്ഞാൽ അഖദ ഷാത്തൻ, അങ്ങനെ അവനൊരു ആടിനെ പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉംഫുലുർ തുറാബി വശാരി വൽ ഖദ, എന്തെങ്കിലും അഴുക്കുകളോ അതില്ലെങ്കിൽ മുടികളോ മണ്ണോ അതിൻ്റെ അകടിൽ മലയിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ എന്ന് പറഞ്ഞു.
അങ്ങനെ ഫഹലബ, ആ അടിമ കറന്നു, ഫി കാബിൻ, ഒരു കുഴിയുള്ള കല്ലിൽ. ഇതാണ് പാത്രം, അവിടുന്ന് എടുക്കുന്ന, മരുഭൂമിയിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ കുഴിയുള്ള സൈസ് കല്ലുകൾ. കുസുബത്തം മിൻ ലബനിൻ, പാലിങ്ങോട്ട് കറന്നാൽ ഒട്ടകത്തിൻ്റെ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ പാലുകൾ അതിൻ്റെ അകട്ടിൽ നിന്ന് അതിൻ്റെ മുലയിൽ പിടിച്ചിങ്ങോട്ട് ശരിക്കും അതിന് പരിചയമുള്ള ആളുകൾ കറന്നാൽ ആ പാല് പാത്രത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നൊരയും പതയും ഒരു കൂമ്പാരം പോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ കുസ്ബത്തം മിൻ ലബൻ, പാലിൻ്റെ ഒരു കൂമ്പാരം അതിലൊരു കറന്നു, അതിലേക്ക് ഇങ്ങനെ കറന്ന് നിറഞ്ഞു വരുന്നതിനനുസരിച്ച് കാണാം പദം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുന്നത് കാണാം. വമഈ ഇദാവത്തിൻ, എൻ്റെ കൂടെ ഒരു തോൽപാത്രമുണ്ട്, അതിൽ വെള്ളമുണ്ട്. ഹമൽ തുഹാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ആവശ്യത്തിന് വേണ്ടി യാത്രയിൽ ഞങ്ങൾ കൂടെ ചുമന്നതാണ്. സാധാരണ അവർ വെള്ളം ശേഖരിക്കൽ എങ്ങനെയാണ്? യർത്തവി മിൻഹാ യശ്റബു വയതവല്ല, പ്രവാചകൻ അതിൽ നിന്ന് ദാഹിക്കുമ്പോൾ കുടിക്കാൻ, അതേപോലെ അങ്ങ് ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട്. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പാല് കിട്ടി. അങ്ങനെ ഈ പറയുന്ന തോൽപാത്രത്തിലുള്ള വെള്ളം ആ പാലിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജും തെല്ലാജും ജ്യൂസും സൗകര്യങ്ങളും അതേറ്റല്ല പോകുന്നത്. ഫകരഹ്തു അൻ ഉഖിലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് വിളിച്ചു ഉണർത്താൻ എനിക്കതൊരു പ്രയാസം. ഫവാഫഖതുഹു ഹീന ഇസ്തൈഖള, അപ്പം ഞാനൊരു ചെന്ന് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന് ഇരിക്കുന്ന രംഗാണ് പാലിൻ്റെ കയ്യിൽ. ഫസ്വബബ്തു മിനൽ മാഇ അലൽ ലബനി, അങ്ങനെ എൻ്റെ കയ്യിലുള്ള വെള്ളത്തിൽ നിന്ന് പാലിലേക്ക് കുറച്ചൊഴിച്ചു. ഹത്താ ബറദ അസ്ഫലഹു, ആ പാല് കറന്നെടുക്കുമ്പോൾ ഏത് പാലും അത് ചൂടുണ്ടാകും. അപ്പം അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ഇന്ന് എത്രയോ വലിയ അനുഗ്രഹങ്ങളിലും നിഅമത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തുകളെ കുറിച്ച് നമ്മോട് ചോദിക്കും. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് നിർബന്ധമായി തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിക്കുക നിങ്ങൾ എന്ന് പറഞ്ഞു. ദാഹമുണ്ടാകും, വിശപ്പുണ്ടാകും, ക്ഷീണമുണ്ടാകും. ഫശരിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലിൽ നിന്ന് കുടിച്ചു. ഹത്താ റളിയതു, എനിക്ക് മനസ്സിക്ക് സംതൃപ്തി വരുന്നത് വരെ. തുമ്മ ഖാല, പിന്നെ പ്രവാചകൻ പറഞ്ഞു, അലം യഇനി റഹീൽ, പോവാനായില്ലേ, നമുക്ക് പോയിക്കൂടെ എന്നുള്ള. ഖുൽതു ബല, സമ്മതമാണ് പോവുക. ഖാല ഫർതഹൽന, പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. കാന മിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പതിവും സ്വഭാവവും, അന്നഹു കാന റിദ്ഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ യാത്ര ചെയ്യാന്നുള്ള. പിന്നിൽ യാത്ര ചെയ്യുന്നത് യാത്രയുടെ സുഖം കരുതിയിട്ടല്ല, പ്രവാചകന് എന്ത് ആവശ്യം കൊണ്ടോ ആ സ്പോട്ടിൽ ആ സ്ഥലത്ത് കൃത്യമായി നിർവഹിച്ചു കൊടുക്കാൻ കൂടെ പിന്നിൽ യാത്ര ചെയ്യാനായിരുന്നു. വക്കാന ഷെയ്ഖൻ യുറഫ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട വിദഗ്ധനായ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയങ്ങളും ഉണ്ടായിരുന്നു, യാത്രയിലും മറ്റുമൊക്കെ. വക്കാന ഷെയ്ഖൻ യുറഫ്, അദ്ദേഹം പരിചയമുള്ള അറിയപ്പെട്ട കുറച്ച് പ്രായം തോന്നിക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശരീരഘടന കണ്ടാൽ പ്രായം തോന്നിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബുൻ, ഒരു യുവാവായിരുന്നു. ലാ യുറഫ്, അറിയപ്പെടാൻ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും അറിയൂല, കച്ചവടം കാര്യം കൂടുതലൊന്നും പോയി അങ്ങനെ പരിചയമുള്ളൊരു വ്യക്തിത്വമായിരുന്നില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ. പക്ഷെ പ്രവാചകന്റെ ശരീരം, മുടിയും താടിയും രോമങ്ങളൊക്കെ അതൊക്കെ കറുകറുത്തത് തന്നെ നല്ല ചുറുചുറുക്കുള്ള 53-ാമത്തെ വയസ്സിലൊക്കെയാണ് ഹിജറ പോകുന്ന ഈ സമയം. അന്നും ആ യുവത്വം തുളുമ്പുന്ന ശരീരപ്രകൃതിയായിരുന്നു. വയസ്സുകൊണ്ട് നോക്കുകയാണെങ്കിൽ 2-3 വയസ്സോ ഒരു വയസ്സോ കൂടുതലാണ് പ്രവാചകന്. പക്ഷേ ശരീരപ്രകൃതി അങ്ങനെയായിരുന്നു. അങ്ങനെ ഫയൽഖർ റജുൽ അബൂബക്കറിൻ, യാത്ര പോകുന്ന സമയത്ത് അപൂർവമായിട്ട് ആളുകളൊക്കെ ചിലപ്പോൾ വഴിയിൽ നിന്ന് കണ്ടുമുട്ടും. അവർ അബൂബക്കർ അദ്ദേഹത്തിന് അറിയും. അവർ കുറിച്ച് മൻ ഹാദർ റജുലുല്ലദീ ബൈന യദൈക്, ആരാണ് വാഹനത്തിൻ്റെ മുന്നിൽ നിങ്ങളെ കൂടെയുള്ള ഈ മനുഷ്യൻ ആരാണ് എന്ന് റസൂലിനെ അവർക്ക് അറിയും. അപ്പം അദ്ദേഹം പറയും, ഹാദർ റജുലു യഹ്ദീനി ത്വരീഖ്, ഇദ്ദേഹം എനിക്ക് വഴി കാട്ടിത്തരുന്ന ആളാണ്, എനിക്ക് ശരിക്ക് കൃത്യമായ വഴി ഏതാണോ അതിലേക്ക് എന്നെ ചേർക്കുന്ന ആളാണ്. വയഹ്സബുൽ ഹാസിബ്, വിചാരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? അന്നഹു യാനി ബിഹി ത്വരീഖ്, വഴികാട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ യാത്രയിലുള്ള ഈ വഴി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. വഇന്നമാ യാനി സബീലൽ ഖൈർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിലേക്കുള്ള നന്മയിലേക്കുള്ള വഴികാട്ടിയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് അവൻ്റെ ദീനിൻ്റെ വഴി, അല്ലാഹുവിലേക്കുള്ള വഴി ഒരു മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തും പരലോകത്തും വിജയിച്ചവനാണ്. നേരെ മറിച്ച് ആ വഴി ഒരാൾക്ക് അറിയൂലാന്നുണ്ടെങ്കിൽ അവൻ എത്ര വലിയ വാഹനങ്ങളുണ്ടായിട്ടും എത്ര വലിയ വഴികാട്ടികളുണ്ടായിട്ടും എത്ര സൗകര്യങ്ങളും എത്ര 6 വരിയും 8 വരിയും പാത, റോഡുകളും പാലങ്ങളും മറ്റുള്ള സൗകര്യങ്ങളുണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു ഫലവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫളല് കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തിലേക്കുള്ള വഴികാട്ടി തരുകയും അതിൽ അവൻ നമ്മെ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ.
വതബിഅഹുമാ ഫി ത്വരീഖി സുറാഖത്ത് ബിൻ മാലിക്കിൻ. സുറാഖത്ത് ബിൻ മാലിക് ഇവരെ കൂടെ കൂടിയൊരു സംഭവമുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് അന്വേഷിച്ചു പോയി, നിരാശരായി അവർ മടങ്ങിപ്പോയി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സുറാഖത്ത് ആ സംഭവം വിവരിക്കുകയാണ്. ബൈനമാ അന ജാലിസിൻ ഫി മജ്ലിസിൻ മിൻ മജാലിസി ഖൗമി ബനി മുദ്ലിജ്. ബനി മുദ്ലിജ് എന്ന് പറയുന്ന മക്കയുടെ പ്രാന്തപ്രദേശത്തുള്ള ആ ഒരു ഗ്രാമം, അവിടെയുള്ള കുടുംബങ്ങളാണ്. ആ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ സദസ്സിൽ ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ യാത്ര പുറപ്പെട്ട അടുത്ത ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം. അഖ്ബല റജുലുൻ മിൻഹും ഹത്താ ഖാമ അലൈന. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ ആ സദസ്സിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത്, യാ സുറാഖ. സുറാഖ കുറച്ച് ധീരനായ ഒരു വ്യക്തിത്വമായിരുന്നു ആ കുടുംബത്തിലുള്ള. സുറാഖ, ഇന്നി റഅയ്തു ആനിഫൻ അസ്വിദതൻ ബിസ്സാഹിൽ. കടലിനോട് ചാരിയുള്ള ആ വഴിയിൽ ഞാനൊരു കറുപ്പ്, ദൂരത്തുനിന്ന് എനിക്കൊരു കറുപ്പ്, ആൾക്കൂട്ടത്തിൻ്റെ ഒരു കറുപ്പാണ്, ഞാനത് കണ്ടു. ഉറാഹ മുഹമ്മദൻ വ അസ്ഹാബഹു. എനിക്ക് തോന്നുന്നത് മുഹമ്മദ് മോൻ്റെ കൂടെയുള്ള ആളുകളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് നിഗമനം പറഞ്ഞു. അപ്പോൾ സുറാഖ പറയാണ്, ഫഅറഫ്തു അന്നഹും ഹും. എനിക്ക് കൃത്യമായി മനസ്സിലായി അത് അവർ തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞു, ഈ പറഞ്ഞ വ്യക്തിയോട്, അവരുടെ കേൾക്കും, സദസ്സുള്ള ആളുകൾ കേൾക്കാൻ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസൂ ബിഹിം. ഒരിക്കലും അത് അവരാകൂല, മുഹമ്മദും അവൻ്റെ കൂട്ടുകാരും ആകൂല എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിന്നക റഅയ്ത ഫുലാനൻ വ ഫുലാനൻ ഇൻതലഖൂ ബിഅയുനി. ഇപ്പം നമ്മുടെ കണ്ണു മുന്നിൽ കൂടെ പോയ ഇന്നവനും ഇന്നവനും അവരെയാണ് നീ കണ്ടത് എന്ന് ഈ വന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടുന്ന് പോകാനൊന്നും തയ്യാറായില്ല. സുമ്മ ലബിസ്തു ഫിൽ മജ്ലിസി സാ. പിന്നെ കുറച്ചു നേരം വീണ്ടും ആ സദസ്സിൽ മറ്റുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടെ ഞാനിരുന്നു. സുറാഖ പറയാം, സുമ്മ കുംതു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ വിഷയക്ക് ആളുകളെ ശ്രദ്ധയിൽ പോയ സമയത്ത് ഞാൻ ആ സദസ്സിൽ നിന്ന് എണീറ്റു. ഫദഖൽതു. അങ്ങനെ വീട്ടിൽ ചെന്നു. ഫഅമർതു ജാരിയത്തി. എൻ്റെ അടിമസ്ത്രീ ഉണ്ടായിരുന്നു, അവളോട് ഞാൻ പറഞ്ഞു, അൻ തുഖ്രിജ ഫറസി. എൻ്റെ കുതിരയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വഹിയ മിൻ വറാഇൽ അഖമ. വീടിൻ്റെ കുറച്ച് അപ്പുറത്ത്, ഒരു കുന്നിൻ്റെ അപ്പുറത്ത് അത് മേഞ്ഞുകൊണ്ട് അത് പുല്ല് തിന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് വന്ന് കെട്ടിടാൻ. വ അഖദ്തു റുംഹി. ഞാൻ എൻ്റെ കുന്തം, യുദ്ധ ആയുധമാണ്, അത് ഞാൻ എടുത്തു. ഫഖറജ്തു ബിഹി. ആ പറയുന്ന ആയുധവും അതേപോലെ അമ്പും പോലത്തെ ആയുധങ്ങൾ കൊണ്ട് ഞാൻ പുറപ്പെട്ടു. എൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്തിൽ കൂടെ പോകാതെ പിൻഭാഗത്തിൽ കൂടെ, ആരും പെടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഫഖതതു ബി സജ്ജിഹി അൽ അർള വ ഖഫൽതു ആലിയഹു. ആ കുന്തത്തിൻ്റെ ഇരുമ്പും കൂർപ്പുമുള്ള ആ ഭാഗമുണ്ട്, മുനയുള്ള ഭാഗം, അത് ഞാൻ ഭൂമിയിൽ ഇങ്ങനെ തട്ടുന്ന നിലക്ക് വരച്ചുകൊണ്ട് ഇങ്ങനെ പോയി അതിൻ്റെ മുകൾ ഭാഗം ഞാൻ താഴ്ത്തിപ്പിടിച്ചു. ആരും എൻ്റെ കയ്യിൽ ഈ പറയുന്ന ആയുധമുണ്ട് എന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചാൽ എന്തോ ഒരു പ്രത്യേകമായ കാര്യത്തിൽ അന്ന് ചർച്ച ഉണ്ടല്ലോ അവിടേക്ക്. അപ്പോൾ സുറാഖിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞാൽ ആരെങ്കിലും കൂടെ അതിലുള്ള ആ വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്മാനം എനിക്കല്ലാതെ മറ്റുള്ളവർക്ക് അതിൽ വിഹിതിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട്, അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഞാൻ കുതിരനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതിൻ്റെ പുറത്ത് കയറിയിട്ട് ഞാൻ നേരെ എവിടെ, എന്താണ് പുസ്തകങ്ങളുണ്ടോ, എന്താണ് നിങ്ങളിതിൽ അവിടെ ഉള്ളത്? അതിൽ കണ്ടിട്ടുള്ളത് കേട്ടുന്ന പിന്നെ ഞാൻ ആ പറയുന്ന കുതിരയെ ഞാൻ വേഗത്തിൽ ഓട്ടി എന്നുള്ളതാണ്. വേഗത്തിൽ ഞാൻ അതിനെയും കൊണ്ട് ഓടിപ്പോയി. എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ ഇവരെ അടുത്തേക്ക് വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. റക്കിബുത്തുഹ വ റഫഅതുഹ. എൻ്റെ തീര് വേറൊരു വാക്കാണ് തോന്നുന്നത്. വറഫഅതുഹ തുഖർരിബു ബി. എന്നെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വേഗതയിൽ അടുപ്പിക്കാൻ വേണ്ടി ഞാൻ ആ കുതിരനെ അങ്ങോട്ട് ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് വലിക്കുമ്പോൾ വേഗത കൂടിയിട്ട് കുതിര നിലം വിട്ടിട്ട് അത് പാറുന്ന രൂപത്തിലേക്ക് വരും. അത് വളരെ വേഗതയിൽ ഓടും. അതാണ് ആ പ്രയോഗം അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ഞാൻ ഇവരുടെ അടുത്തേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എത്തി. ഫഅഹ്വൈതു ഫഖറജ്തു. അങ്ങനെ ഏകദേശം അവരുടെ അടുത്തേക്ക് ഞാൻ എത്തിയ സമയത്ത് ഹത്താ ദനൗതു മിൻഹും. റസൂലിൻ്റെ ഏകദേശം അടുത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ഫഅസറത് ബിഹി ഫറസി. എൻ്റെ കുതിര എന്നെയും കൊണ്ട് കാല് തെറ്റി. ഫഖറർതു അൻഹ. ഞാനതിൻ്റെ പുറത്തു നിന്ന് പൊളിഞ്ഞു കെട്ടി താഴെ വീണു. അങ്ങനെ വീണ്ടും ഞാൻ വേഗതയിൽ അവിടെ വെച്ച് എണീറ്റു. ഫഅഹ്വൈതു യദി ഇലാ കിനാനത്തി. എൻ്റെ അമ്പിൻ്റെ ആവനാഴിയുണ്ട് പുറത്തുള്ള, അതിലേക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ടുപോയിട്ട് ഫസ്തഖ്റജതു മിൻഹൽ അസ്ലാം. അതിൽ നിന്നുള്ള അമ്പുകൾ, ചെറിയ അമ്പുകൾ ഉണ്ടാകും. ഈ അസ്ലാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ നിന്നിട്ട് പിന്നെ മുന്നോട്ട് പോയിക്കോ, അതിൽ പോകണ്ട, അതെല്ലാം അതിൻ്റെ ഖൈറാണ് ഷർറാണ് എന്നൊക്കെ എഴുതി വെച്ച അമ്പുകൾ ഉണ്ടാകും.
അമ്പ് കൊണ്ടിട്ട് അവരെന്താകുക ഇസ്തിഖാരത്ത് തേടുന്നൊരു സംഭവം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈർ തേടാൻ വേണ്ടി നിസ്കാരം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ അമ്പുകൾ എടുക്കും. ആ അമ്പുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം അതിന് നേരെ കിട്ടിയത് ഒക്കുതും മുന്നോട്ട് പോയിക്കോ, അതല്ലാന്നുള്ള അഖർ പിന്നോട്ട് പോയിക്കോ, പോകണ്ട. ആ കിട്ടുന്ന അമ്പിനനുസരിച്ചാണ് കാര്യങ്ങളിൽ അവർ തീരുമാനം എടുക്കുക എന്നുള്ളത്. അതെങ്കിൽ ഖൈറാണ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകും, അല്ല ഷർറാണ് എന്ന് എഴുതിയത് കിട്ടിയാൽ അവരതിന് പോകൂല. അതാണ് സംഭവം. ഫസ്തഖുസംതു ബിഹാ അളുറുഹും അംല. അദ്ദേഹത്തിൻ്റെ ഈ അമ്പുകൾ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ, ഞാൻ അവർ ഉപദ്രവിക്കണോ ഉപദ്രവിക്കണ്ടേ എന്നാണ്. അപ്പോൾ ഫഖറജല്ലദീ അക്റഹു, എനിക്ക് വെറുപ്പുള്ളതാണ് കിട്ടിയത്, അതായത് ഉപദ്രവിക്കണ്ട, ഉപദ്രവിക്കണ്ട എന്നുള്ള ആ അമ്പാണ് കിട്ടിയത്. അതവർക്ക് അദ്ദേഹം ഉദ്ദേശിക്കുക ഉപദ്രവിക്കണം എന്നൊരു സമ്മാനം വാങ്ങണം എന്നുള്ളതാണ്. ഏതാണെങ്കിലും മനസ്സിന് അദ്ദേഹത്തിന് തൃപ്തിയില്ലാതെ അമ്പ് കിട്ടിയെന്ന് നോക്കാതെ ഫറക്കിബുത്തു ഫറസി, ഞാൻ എൻ്റെ കുതിരൻ്റെ പുറത്ത് വീണ്ടും കയറി. വഅസൈതുൽ അസ്ലാം, ആ കിട്ടിയ അമ്പിന് ഞാൻ എതിര് ചെയ്തു. അതായത് വെറുക്കണത കിട്ടിയത് പോകണ്ട എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അതൊന്നും നോക്കാതെ വീണ്ടും ഇവരെ ആക്രമിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ്. അങ്ങനെ വഅസൈതുൽ അസ്ലാമ തുഖർരിബു ബി, എന്നെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹത്താ ഇദാ സമയത്തു ഖിറാഅത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവരുടെ ഏകദേശം അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഹിജ്റ പോവുകയാണ്, വളരെ ഭീഷണി നേരിടുന്ന സമയമാണ്, അപകടകരമായ ഘട്ടമാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സൂറത്തുൽ ഇസ്രാ പാരായണം ചെയ്യുന്നതാണ് കേട്ടത് എന്നുള്ളത്. സൂറത്തുൽ ഇസ്രാ പാരായണം ചെയ്യുകയായിരുന്നു, അത് കേട്ടു. വഹുവ ലാ യൽതഫി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്കല്ലാതെ വലഭാഗത്തേക്കോ ഇടഭാഗത്തേക്കോ പിന്നിലേക്കോ തിരിഞ്ഞു നോക്കുന്നേയില്ല. എത്ര സമാധാനത്തിൽ, എത്ര ധൈര്യമുള്ള, എത്ര അസീമത്തുള്ള, അള്ളാഹുവിലുള്ള തവക്കുലുള്ള ആ മനസ്സിൻ്റെ ഉടമയായിക്കൊണ്ട് നേരെ മുന്നോട്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ യാത്ര ചെയ്യാണ്. അബൂബക്കറിൻ യുക്സിറുൽ ഇൽത്തിഫാത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇടത്തേക്കും വലത്തേക്കും പിന്നിക്കും പല ഭാഗങ്ങളിലേക്കും അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. ജാഗ്രതയുള്ള ഒരു സംരക്ഷകനെ പോലെ, ഒരു കാവൽ ഭടനെ പോലെ, സൂക്ഷ്മതയുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദ്രവവും ഒരു ഭാഗത്തിൽ നിന്ന് വരാതിരിക്കാനുള്ള ആ ഒരു ജാഗരൂകനായിക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ടേ പോകുന്നു. അങ്ങനെ ഏകദേശം അവിടെ അടുത്തെത്തിയ സമയത്ത് സാഹത്ത് യദാ ഫറസി ഫിൽ അർളി, എൻ്റെ കുതിരയുടെ രണ്ട് കൈകളും അത് ഭൂമിയിൽ താന്നുപോയി. ഹത്താ ബലഗത്ത അർറുക്ബത്തൈൻ, താന്നു എന്നല്ല അതിൻ്റെ മുട്ടിൻ്റെ അത്ര ഭൂമിയിലേക്ക് അതിൻ്റെ കൈകൾ താന്നുപോയി. ഫഖറർതു അൻഹ, വീണ്ടും ഞാൻ അതിൻ്റെ പുറത്ത് നിന്ന് പൊളിഞ്ഞു വീണു. സുമ്മ സജർതുഹാ ഫനഹളത്, പിന്നെ ഞാൻ ആ കുതിരയെ വലിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി പേടിപ്പെടുത്തിയപ്പോൾ അതിങ്ങോട്ട് എണീറ്റ് കാലൊക്കെ വലിച്ചൂരിയിട്ട്. ഫലം തുഖ്രിജു യദൈഹ, അതിൻ്റെ രണ്ട് കൈയും ഭൂമിയിൽ നിങ്ങൾ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു പ്രയാസം അതിനനുഭവപ്പെട്ടു. ഏതാണെങ്കിലും ഫലം മസ്തവത് ഖായിമത്തൻ, അങ്ങനെ അത് നിന്നു, ശരിയായി സുരക്ഷിതമായി നിന്ന സമയത്ത് ഇദ്ലി അസരി യദൈഹ ഗുബാറുൻ സാത്ത്, അതിൻ്റെ രണ്ട് കാലും ഭൂമിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് അവിടുന്ന് അതിശക്തമായ കറുകറുത്ത ഒരു പുക, ഭൂമിയിൽ നിന്ന് പുക പോലത്തെ ഒരു പൊടിപടലങ്ങൾ അത് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നു, ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട്. ഒരു പ്രത്യേകമായൊരു അനുഭവം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നുള്ളത്. ഫസ്തഖുസംതു ബിൽ അസ്ലാം, അപ്പോൾ വീണ്ടും ഞാൻ ഈ അമ്പുകളിൽ നിന്ന് നല്ലതാണോ ചീത്തയാണോ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തി. ഫഖറജല്ലദീ അക്റ, വീണ്ടും ഇത് ചെയ്യരുതേ, മുന്നോട്ട് പോകരുതേ, എനിക്ക് ഉറപ്പുള്ളതാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് നടക്കുന്ന കാര്യമല്ല, ഇത് എനിക്ക് ലഭിക്കുന്ന നേട്ടവുമല്ല എന്ന് മനസ്സിലാക്കി. ഫനാദൈതുഹും ബിൽ അമാൻ, ഞാൻ അവരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സുരക്ഷിതരായിക്കോളി, ഞാൻ നിങ്ങളെ ആക്രമിക്കൂല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായം ചെയ്യാൻ തയ്യാറാണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞത് അമ്മാൻ്റെ. അപ്പോൾ ഫവഖഫു, അവർ നിന്നു. ഈ പറയുന്ന സുറാഖനെ കണ്ടവർ ഓടി പോകാനെടുത്ത് പോയിട്ടുമില്ല, അവരുടെ യാത്രയിൽ അവർക്ക് തടസ്സം ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ജാഗ്രത കാണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന് ഈ പറയുന്ന പരീക്ഷണങ്ങളും ഈ തടസ്സങ്ങളും വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നടക്കൂല എന്നുള്ളത്, ഇത് കേസുകാരാണെന്നുള്ളത്. അപ്പോൾ അവർ നിന്നു. അങ്ങനെ ഫറക്കിബത്തു ഫറസി, ഞാൻ എൻ്റെ കുതിരയുടെ പുറത്ത് കയറി അവരടുത്ത് നേരെ അടുത്ത് ചെന്നു. വവഖഅ ഫീ നഫ്സി ഹീന ലഖീതു മാ ലഖീതു, എനിക്ക് അനുഭവപ്പെട്ട ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ, അന്നഹു സയദ്ഹറു അംറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ വിജയിക്കുകയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല, ഇദ്ദേഹത്തിൻ്റെ കാര്യം മുന്നോട്ടാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന ഖൗമക ഖദ് ജഅലൂ ഫീക ദിയ, നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന ആൾക്ക് വലിയ സമ്മാനങ്ങൾ അവർ വിളംബരം ചെയ്തിട്ടുണ്ട്. വഅഖ്ബർതുഹും അഖ്ബാറ മാ യുരീദുൻ നാസ് ബി, നിങ്ങളെ പിടികൂടാൻ വേണ്ടി ആളുകൾ നാനാഭാഗത്തും അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുന്നു, ഞാനും അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ്, കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നടക്കൂല, എനിക്ക് വന്ന തടസ്സങ്ങൾ കൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ പാടില്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ എന്തെങ്കിലും വേണോ? വഅറദ്തു അലൈഹിം അസ്സാദ വൽ മതാഅ, എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും വിഭവങ്ങളോ ഭക്ഷണമായിട്ട് ഞാൻ കരുതിയത് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഫലം യർദഅനി, അവരെൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയില്ല, ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. വലം യസ്അലാനി, അവർ എന്നോടൊരു സഹായങ്ങളോട് ആവശ്യപ്പെട്ടതുമില്ല. ഇല്ലാ അൻ ഖാല അഖിഫ് അന്ന, മറ്റുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ കാര്യം മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെളിവാക്കരുത്, പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള ആ നിലക്ക് ഒരു വിവരം മാത്രം എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഫസഅൽതുഹു, അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൻ യക്തുബ ലി കിതാബ അംനിൻ, ഒരു സുരക്ഷയുടെ ഒരു എഴുത്ത് നിങ്ങൾ എനിക്ക് എഴുതി തരണം. ഇന്നല്ലെങ്കിൽ നാളെ മദീനയിൽ കൂടെ മറ്റൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അനുയായികൾ ആരെങ്കിലും എന്നെ കണ്ട് ആക്രമിക്കാൻ വരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ എഴുത്ത് കാണിച്ചു കൊടുത്തിട്ട് എനിക്കൊരു സുരക്ഷയുടെ സുരക്ഷയുടെ ഒരു ഭാഗമായിട്ട് ഈ തെളിവ് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ എനിക്ക് സുരക്ഷ നൽകിയതാണ്, അപ്പോൾ അവരാക്രമിക്കാതെ എന്നെ വിടാൻ വേണ്ടിയിട്ട് ഒരു എഴുത്ത് എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ഇബ്നു ഫുഹൈറ അടിമയോട് പറഞ്ഞു ഒരു എഴുത്ത് എഴുതി കൊടുക്കാൻ. അപ്പോൾ ഒരു തുകലിൻ്റെ കഷ്ണത്തിൽ ഒരു എഴുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. അറബികളിൽ അന്നത് ഉണ്ടായിരുന്നു, ഇന്നത്തെ ഈ പറയുന്ന കാർഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ. സുമ്മ മളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ മുന്നോട്ട് യാത്ര പോവുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇർതഹൽന, ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. വൽ ഖൗമു യത്ലുബൂന, ശത്രുക്കൾ ഖുറൈശികൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫലം യുദ്രിക്കനാ മിൻഹും അഹദുൻ ഗൈറ സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഅ്സും അലാ ഫറസിൻ ലഹു, അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പുറത്ത് സുറാഖത്തല്ലാതെ ഞങ്ങളുടെ അടുത്തേക്ക് മറ്റൊരാളും വന്നില്ല, ഞങ്ങളെ കണ്ടെത്തിച്ചില്ല. ഫഖുൽതു, അപ്പോൾ സുറാഖത്തിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഹാദ ത്വലബു ഖദ് ലഹിഖനാ യാ റസൂലല്ലാഹ്, അന്വേഷകരുതാ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ലാ തഹ്സൻ, വ്യസനിക്കണ്ട അബൂബക്കർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഏതാണെങ്കിലും വറജഅ സുറാഖത്തു, സുറാഖ അദ്ദേഹം മടങ്ങിപ്പോയി. ഫവജദ അന്നാസ ഫി ത്വലബി, ആളുകൾ ഒന്നും രണ്ടുമായി അന്വേഷിച്ചുകൊണ്ട് അവിടെയും ഇവിടേക്ക് കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, കണ്ട സമയത്ത് ഫജഅല യഖൂലു, സുറാഖ അവരോട് പറഞ്ഞു, ഖദ് ഇസ്തബ്റഅതു ലക്കുമുൽ ഖബറ, ഈ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ കാര്യം ഞാൻ അരിച്ചു പൊറുക്കി, കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വഴി സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖദ് കുഫീതും ഹാഹുന, ഈ ഭാഗങ്ങളിലൊക്കെ അതിനുള്ള ഉത്തരവാദിത്തം ഞാൻ തീർത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വെറുതെ നിങ്ങൾ തിരഞ്ഞ് അന്വേഷിച്ച് ഇനി പോകണ്ട എന്ന് പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, വകാന അവ്വലൻ നഹാരി ജാഹിദൻ അലൈഹിമാ, രാവിലെ സമയത്ത് ശത്രുക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജാഗ്രതയോടുകൂടെ ഇവരെ പിടികൂടാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തിയാണ് സുറാഖത്ത് ബിൻ മാലിക്. വആഖിറഹു ഹാരിസൻ ലഹുമാ, അന്ന് വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തൻ്റെ കൂട്ടുകാരനുള്ള കാവൽക്കാരനായി ഈ മനുഷ്യൻ മാറി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ പിന്നീട് മറ്റുള്ള ആളുകൾ തെരഞ്ഞു വരുന്നത് തടഞ്ഞുകൊണ്ട്, അങ്ങോട്ട് ആളുകളെ പോകുന്നത് തടഞ്ഞുകൊണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കാവൽക്കാരനായി മാറി എന്നുള്ളത്. സുറാഖ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. വമർറ ഫീ മസീരിഹി ദാലിക്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ സഞ്ചാരത്തിൽ അവർ നടന്നുപോയി. ഹത്താ മർറ ബി ഖൈമത്തൈ ഉമ്മി മഅബദിനിൽ ഖുസാഇയ, ഉമ്മു മഅബദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബനു ഖുസാ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ വീടിൻ്റെ അടുത്തുകൂടെ, ഖൈമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നാടോടി ജനങ്ങളും വലിയ വലിയ വീടുകളും കൊട്ടാരങ്ങളും അല്ല, ടെൻറ്റുകളും ഖൈമകളും, അവിടെ നിന്ന് കാലികൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളും വെള്ളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ മറ്റു സ്ഥലത്തേക്ക് നീങ്ങുക, അങ്ങനത്തെ കാലഘട്ടത്തിൽ അവരുടെ ആ ഖൈമയുടെ അടുത്തുകൂടെ ഇവർ നടന്നുപോയി. വകാനത്ത് ഇംറഅത്തൻ ബർസത്തൻ ജൽദത്തൻ, അവർ വളരെ നല്ല ഒരു സ്ത്രീയായിരുന്നു, നല്ല തൻ്റേടമുള്ള, ജനങ്ങളെ യാത്രക്കാരായ ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്ത് അത് യാത്രക്കാരായ ആളുകൾക്കും അതിഥികൾക്കും വേണ്ടി ദാനം ചെയ്യുന്ന വളരെ നല്ല സമർത്ഥയായ, നല്ല തൻ്റേടവും കാര്യബോധവും പക്വതയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. തഹ്തബി ബി ഫിനാഇൽ ഖൈമ, അവരുടെ ആ കൂടാരത്തിൻ്റെ മുറ്റത്ത് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും സഹായം ആവശ്യമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് യാത്രക്കാർക്ക് മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. സുമ്മ തുത്ഇമു വതസ്ഖീമൻ മർറ ബിഹ, അവരുടെ ആ ഖൈമയുടെ പരിസരത്ത് കൂടെ പോകുന്ന യാത്രക്കാർക്ക് ഭക്ഷണമോ അതേമാതിരി വെള്ളമോ മറ്റുള്ള സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഫസഅലാഹ, അറിയപ്പെട്ട സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ സമയത്ത് ആ സ്ത്രീയോട് അവർ ചോദിച്ചു, ഹൽ ഇൻദഹാ ഷൈഉൻ, യാത്രക്കാർക്ക് സാധാരണ ചെയ്യുന്നത് പോലെയുള്ള
അറിയപ്പെട്ടതായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു മഅബദ് പറഞ്ഞു, വല്ലാഹി ലൗ കാന ഇൻദനാ ശൈഉൻ, എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാ അഅ്വസുക്കും അൽ ഖിറ വശാഉ ആസിബ്, നിങ്ങളെ ഞാൻ അതിഥികളെ സൽക്കരിക്കുമായിരുന്നു, യാത്രക്കാരായ നിങ്ങൾക്ക് സഹായിക്കുമായിരുന്നു. പക്ഷേ വശാഉ ആസിബുൻ, ആടുകളൊക്കെ അത് പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതാണ്. വകാനത്ത് സനത്തൻ ഷഹ്ബ, അന്ന് ഭരം പിടിച്ച മഴയൊന്നുമില്ലാത്ത, കാലികൾക്കൊന്നും ശരിക്കും ഭക്ഷണം കാര്യങ്ങൾ കഴിക്കാൻ പറ്റുന്ന സസ്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആടുകളൊക്കെ ഒട്ടിമെലിഞ്ഞതാണ്, കുട്ടികളൊന്നുമില്ല, പാലൊന്നുമില്ലാതെ ക്ഷീണത്തിലുള്ള അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫനളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഷാത്തിൻ ഫീ കസ്രിൽ ഖൈമ, അവരുടെ ആ ടെന്റിന്റെ ഒരു മൂലയിൽ ഒരു ആടിങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ ഹാദിഹി ഷാത്തി യാ ഉമ്മ മഅബദിൻ, ഉമ്മ മഅബദ്, ഈ ആട്, അതിൽ ആടുണ്ടല്ലോ ഇവിടെ, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഷാത്തുൻ ഖലഫഹൽ ജുഹുദു അനിൽ ഗനം, മറ്റ് ആടുകളെ കൂടെ കഴിക്കാനും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുല്ല് തിന്നാനും ഇലകൾ കഴിക്കാനും പോകാൻ കഴിയാതെ ഇവിടെ ഈ ടെന്റിൽ കിടക്കുകയാണ്, ക്ഷീണിതയാണ് എന്ന്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഹൽ ബിഹാമിൻ ലബൻ, അതിന് പാലൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഹിയ അജ്ഹദു മിൻ ദാലിക, പാല് പോയിട്ട് അതിന് ശരിക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയൂല. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത്തഅ്ദനീന ലി അൻ അഹ്ലുബഹ, എന്നാൽ ഞാൻ അതിനൊന്ന് കറക്കട്ടെ, എനിക്ക് സമ്മതം തരൂ. അവർ പറഞ്ഞു, നഅം ബി അബി വ ഉമ്മി, നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ എടുത്തോളി എന്നുള്ള പ്രയോഗം. ഇൻ റഅയ്ത ബിഹാ ഹലിബൻ ഫഹ്ലുബുഹ, അതിൽ പാലുണ്ടെങ്കിൽ നിങ്ങൾ കറന്നോളി, എടുത്തോളി. അത്ര വലിയ മാന്യതയുള്ള സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി റഅഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുബാറക്കത്തായ ആ കൈകൊണ്ട് അതിൻ്റെ അകടൊന്ന് തടഞ്ഞു. വസമ്മല്ലാഹ വദഅ, ബിസ്മി പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫതഫാജത് അലൈഹി വദറത്, അപ്പോൾ അതിൻ്റെ മലകളിലും അകടിലൊക്കെ പാലുകൾ വന്ന് നിറയുകയും അത് വളരെ പാല് ചുരത്തുന്ന അവസ്ഥയിൽ വരികയും ചെയ്തു. ഫദഅ ബി ഇനാഇൻ ലഹാ യുർബിളു അർറഹത, യാത്രാ സംഘത്തിന് അവർ കുടിപ്പിക്കുന്ന ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പാത്രം കൊണ്ടുവന്ന സമയത്ത് ഫഹലബ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആടിൽ നിന്ന് ആ പാത്രത്തിലേക്ക് കറന്നു. ഹത്ത ആലത്തുഹു റഗ്വ, അതിൻ്റെ നൊരയും പതയും പാത്രത്തിൽ പൊങ്ങി വരുന്നത് വരെ. ഫസഖാഹ, ഏറ്റവും ആദ്യം ആ ക്ഷീണിതയായി കിടക്കുന്ന ആദരണീയയായ ആ വനിതയ്ക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു. ഫശരിബത് ഹത്ത റവിയത്, അവർ ദാഹം മാറുന്നത് വരെ, ആവശ്യം തീർന്നത് വരെ അവർ കുടിച്ചു. വസഖ അസ്ഹാബഹു, പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾക്കും കുടിപ്പിച്ചു, അവരൊക്കെ ദാഹം മാറുന്നത് വരെ. സുമ്മ ശരിബ, പിന്നെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. സാഖിൽ ഖൗമി ആഖിറുഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അദബുണ്ട്. മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകൾ അവസാനമാണ് അത് കഴിക്കേണ്ടത്. ആദ്യം നമ്മൾ വയറ് ഒക്കെ നിറച്ചതിന് ശേഷം പിന്നീട് സപ്ലൈക്ക് നിൽക്കുക എന്നുള്ളതല്ല. അതാണ് അതിൻ്റെ അദബ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു അദബുണ്ട്. സുമ്മ ശരിബ, അങ്ങനെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വഹലബ ഫീഹി സാനിയൻ, രണ്ടാമതും ആ പാത്രത്തിലേക്ക് കറന്നു. ഹത്ത മല അൽ ഇന, ആ പാത്രം നിറയുന്നതുവരെ. അങ്ങനെ പിന്നീട് അവരുടെ ഭർത്താവും മറ്റുള്ളവരും മറ്റു യാത്രക്കാർക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട്. സുമ്മ ഗാദറഹു ഇൻദഹാ ഫർതഹലു, സുമ്മ ഗാദറഹു ഇൻദ, പിന്നെ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് അവർ പോയി പാലവിടെ ബാക്കി വെച്ച് അവർ യാത്ര പോയി. ഫമാ ലബിസത്, അങ്ങനെ കുറച്ചു കഴിഞ്ഞ സമയത്ത് അൻജ അസൗജുഹ അബൂ മഅബദിൻ, അബൂ മഅബദ് അവരുടെ ഭർത്താവ്, അദ്ദേഹം വന്നു. യസൂഖു അനുസൻ ഇജാഫൻ, ഒട്ടിമെലിഞ്ഞ ആടുകളെയും തെളിച്ചുകൊണ്ട്. യതസാവക്കന ഹുസാല, ഒട്ടി മെലിഞ്ഞ് പാലുമില്ല, ശരീരവുമില്ല, മാംസവുമില്ലാതെ ക്ഷീണിച്ച അവസ്ഥയിലാണ് വന്നത്. ഫലമ്മാ റഅൽ ലബന, അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത്, പാല് കണ്ട സമയത്ത് അജിബ, അത്ഭുതപ്പെട്ടു. ഫഖാല, അദ്ദേഹം ചോദിച്ചു, മിൻ ഐന ലക്കി ഹാദാ വശാഉ ആസിബുൻ, ഇവിടെയുള്ള ആട് അതിൽ പാലില്ലാതെ ക്ഷീണിതയായി കിടക്കുന്ന സമയത്ത് എവിടുന്ന് ഈ പാല് കിട്ടി എന്ന് ചോദിച്ചു. വല ഹൽവിയത്ത ഫിൽ ബൈത്തി, വീട്ടിലാണെങ്കിൽ വല ഹൽവിയത്ത ഫിൽ ബൈത്തി, വീട്ടിലാണെങ്കിൽ വേറെ ആടില്ലാന്നോ, അത് പാല് സംഭരിക്കാനുള്ള വേറെ സൗകര്യങ്ങളില്ല എന്നുള്ള അർത്ഥത്തിൽ. അല്ലാഹു അലം. അപ്പം ആ സ്ത്രീ പറഞ്ഞില്ല, വല്ലാഹി ഇല്ല അന്നഹു മറബിന, അള്ളാഹുവാണ് സത്യം. ഷിഹാദ, ഈ പാൽ എവിടുന്ന് കിട്ടി? വശാഉ ആസിബുൻ, ഇവിടെ ഉള്ള ഒരു ആടുണ്ട്, അതാണെങ്കിൽ ക്ഷീണിതയാണ്, പാലൊന്നില്ലാത്ത ഒട്ടിമെലിഞ്ഞ് കിടക്കുന്നതാണ്. വലാ ഹലൂബത്ത ഫിൽ ബൈത്തി, ഹലുവിയത്താന്നല്ല, വലാ ഹലൂബത്ത ഫിൽ ബൈത്തി, കറക്കാൻ പറ്റുന്ന ഒരു മൃഗവും നമ്മുടെ വീട്ടിൽ വേറെ ഇല്ലല്ലോ. അപ്പൊ ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞില്ല, വല്ലാ, അള്ളാഹു ആകുന്ന സത്യം, ഇല്ലാ അന്നഹു മറബിന റജുലുൻ മുബാറക്കുൻ, വളരെയധികം ഖൈറും ബറക്കത്തുമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കൂടി നടന്നുപോയി. കാന മിൻ ഹദീസിഹി കൈത വകൈത്,
ആ മനുഷ്യൻ്റെ ഒരു നന്മ, അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യം, ഒരു ഗാംഭീര്യം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ശേഷം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഉമ്മു മഅബദ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ അത് ശേഷം നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഷമാഇൽ മുഹമ്മദ് പോലത്തെ കിതാബുകളിലൊക്കെ ഈ പറയുന്ന വിശേഷണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ സ്ത്രീ അവരുടെ ഭർത്താവ് വന്ന സമയത്ത് അവർക്ക് പറഞ്ഞു വർണ്ണിച്ചു കൊടുക്കുന്ന ആ രൂപങ്ങൾ, പ്രവാചകൻ്റെ ശാരീരികമായ അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, സംസാരത്തിൻ്റെ ഭംഗി, സൗന്ദര്യങ്ങൾ, ഗാംഭീര്യം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരം ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, ശരീരഘടന ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഖാല അബൂ മഅബദ് പറഞ്ഞു, ഇന്നി വല്ലാഹി ഉറാഹു സാഹിബ ഖുറൈശിനില്ലദീ തത്ലുബു, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഖുറൈശികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എന്നുള്ളതാ. സിഫീഹി ലി യാ ഉമ്മ മഅബദ്, കൃത്യമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞുകൊണ്ട ഉമ്മ മഅബദേ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. നല്ലവരായിരുന്നവർ. ഫവസഫതുഹു ബിസിഫാതിഹി റായിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സുന്ദരമായ വിശേഷണങ്ങൾ ആ സ്ത്രീ അവരുടെ ഭർത്താവിന് വിവരിച്ചു കൊടുത്തു. ബികലാമിൻ റായിൻ, വളരെ കൗതുകകരമായ സംസാരത്തോടുകൂടെ അവർ പറഞ്ഞ വാക്കുകൾ ഷമാഇൽ മുഹമ്മദ് പോലത്തെ കിതാബുകൾ അത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ശേഷം വരുന്നുണ്ട്. കഅന്ന സാമിഅ യൻദുറു ഇലൈഹി വഹുവ അമാമ, അവരുടെ വർണ്ണിക്കൽ, അവർ റസൂലിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണം ഒരാളിങ്ങനെ കേൾക്കുകയാണെങ്കിൽ കണ്ണു മുന്നിൽ റസൂൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ മനസ്സിലാകുന്ന അത്ര വ്യക്തമായി ഭംഗിയായി നല്ല കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീയായിരുന്നവർ. ഷെയ്ഖ് സഫീർ റഹ്മാൻ റഹിമഹുല്ല പറയാണ്, വസനൻഖുലുഹു ഫി ബയാനി സിഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവാഖിൽ മഖാല, നമ്മൾ ശേഷം ആ പറയുന്ന വിശേഷണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അബൂ മഅബദ് ഭർത്താവ് അവരോട് പറഞ്ഞു, വല്ലാഹി ഹാദാ സാഹിബു ഖുറൈശിൻ അല്ലദീ ദക്കറൂ മിൻ അംരിഹി മാ ദക്കറൂ, ഖുറൈശികൾ പല സംസാരങ്ങളിൽ കൂടെയും അദ്ദേഹത്തിനെ കുറിച്ച് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ആ വ്യക്തി തന്നെയാണിത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ലഖദ് ഹമംതു അൻ അസ്ഹബഹു, അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടണമെന്ന് ഞാൻ കുറേ ആയിട്ട് അത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്, ഞാനത് കരുതിയിട്ടുണ്ട്. വല അഫ്അലന്ന ഇൻ വജദ്തു ഇലാ ദാലിക സബീലൻ, എനിക്കതിനൊരു വഴി, ഒരു മാർഗം എപ്പോൾ ലഭിച്ചു ആ സമയത്ത് ഞാനത് ചെയ്യും. അദ്ദേഹം വാഗ്ദാനം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റാൻ വേണ്ടി. ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും, പെട്ടെന്ന് കരുതിയതുപോലെ എത്തിപ്പെടാൻ കഴിയൂല, സാമ്പത്തികമായ പരാധീനതകളും കാര്യങ്ങളും ഇതുപോലെയുണ്ട്. പക്ഷേ നന്മയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. എന്നെ കൊണ്ട് അതിലൊരു മാർഗം, ഒരു വഴി എപ്പോൾ ലഭിക്കുന്നു ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ സമയത്ത് ഒരു അശരീരി മക്കയിൽ അവർ കേട്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സനദുകളും കാര്യങ്ങളും ഹദീസിൻ്റെ പണ്ഡിതന്മാർ ബലഹീനത പറയുന്നുണ്ട്. ജസല്ലാഹു റബ്ബുൽ അർശി ഖൈറ ജസാഇഹി റഫീഖൈനി ഹല്ല ഖൈമതൈ ഉമ്മി മഅബദിൻ, ഉമ്മു മഅബദിൻ്റെ ടെൻറ്റിൻ്റെ അടുത്തുകൂടി അവിടെ ഇറങ്ങി വിശ്രമിച്ച രണ്ട് കൂട്ടുകാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ പ്രതിഫലം ചെയ്യട്ടെ എന്നാണ്. അവർ വളരെ നന്മയുമായിട്ട് അവിടെ ഇറങ്ങി, അവിടെ ഖൈറും ബറക്കത്തുകളും അവർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് യാത്ര പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബൈത്താണ്. അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, ഇതൊരു ജിന്നാണ് ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നത് മക്കയുടെ താഴ്ഭാഗത്തിൽ നിന്ന്, എവിടുന്നാണ് ആളെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. സനദിൻ്റെ ഭാഗത്തിൽ കൂടുതൽ ബലഹീനതകൾ പറയുന്നുണ്ട്. വഫി ത്വരീഖി ലഖിയ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബുറൈദ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ ജനങ്ങളുടെ, ആ നാട്ടുകാരുടെ തലവനായിരുന്നു അബൂ ബുറൈദ. ഖറജ ഫീ തലബിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം. ചില റിവായത്തുകളിൽ അദ്ദേഹം ശത്രുപക്ഷത്തായി ഇവരെ ആക്രമിക്കാൻ വേണ്ടി മറ്റ് സത്യം അന്വേഷിച്ചുകൊണ്ടാണ് എന്നും ഒക്കെ വന്നതാണ്. ഏതാണെങ്കിലും വലമ്മ വാജഹ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചപ്പോൾ, കാര്യങ്ങളൊക്കെ പ്രവാചകനുമായി സംസാരിച്ചപ്പോൾ, അസ്ലമ മക്കാനഹു, അവിടെ വെച്ച് തന്നെ അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട 70 ആളുകളും ഇസ്ലാം സ്വീകരിച്ചു ഹിജറയുടെ ആ യാത്രയിൽ വെച്ചിട്ട്. തുമ്മനസ ഇമാമത്തഹു, പിന്നീട് അദ്ദേഹത്തിൻ്റെ മുസ്ലിമാതിൻ്റെ തലപ്പാവ്, ആ തലപ്പാവ് അദ്ദേഹം ഊരിയിട്ട് അദ്ദേഹത്തിൻ്റെ കുന്തത്തിൻ്റെ മുകളിൽ അത് കെട്ടുകയും അത് അവർക്കൊരു കൊടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊരു സമാധാനത്തിൻ്റെ, സംരക്ഷണ, നിർഭയത്വത്തിൻ്റെ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവായിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് പോവുകയും ആ നാട്ടിൽ ചെന്ന് പിന്നെ നീതിയോടുകൂടെ ആ ജനങ്ങളിൽ അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്ത് ഇസ്ലാമിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വരുന്നുണ്ട്.
വഫി ത്വരീഖി ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഷാമിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. വഹുവ ഫി റക്ബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ കുറച്ച് ആളുകളെ സാധനം കച്ചവടം ചെയ്തിട്ട് അവർ തിരിച്ചു വരുന്ന വഴിയാണ്. കാനു തുജാറൻ, അവർ കച്ചവടക്കാരായിരുന്നു, ഷാമിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഫകസ സുബൈറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകനാണ് സുബൈർ റളിയല്ലാഹു അൻഹു, അമ്മായിയുടെ മകനാണ്, ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ള വസ്ത്രം സമ്മാനമായി ആ യാത്രയിൽ വെച്ച് നൽകുകയും അങ്ങനെ പിന്നെ ഖുബൈലെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബൈലെത്തുകയാണ്. വഫി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം, റബീഉൽ അവ്വൽ മാസം 8-ന്റെ അന്ന്, നമ്മൾ പറഞ്ഞു 8 ദിവസത്തോളം അവർ യാത്ര ദിവസം പിടിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ നുബുവത്തിൻ്റെ 14-ാമത്തെ വർഷത്തിൽ, ഹിജ്റയുടെ 1-ാമത്തെ വർഷം ഹിജ്റയാണുള്ളത്. ആ ദിവസത്തിൽ നസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖുബാ, മദീനയിലുള്ള ഇന്ന് ഖുബാ മസ്ജിദ് നിലനിൽക്കുന്ന അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മദീനയിലെത്തിയ സമയത്ത് ഏറ്റവും ആദ്യം മുട്ടുകുത്തിയത്. അങ്ങനെ അവിടെ പ്രവാചകനെ മദീനക്കാരായ ആളുകൾ വന്ന് സ്വീകരിക്കുകയും അവിടെ പള്ളി, ഖുബാ മസ്ജിദ് പള്ളി ഉണ്ടാക്കുകയും അവിടെ കുറച്ച് ദിവസങ്ങൾ താമസിച്ചതിന് ശേഷം അവിടുത്തെ ഒട്ടകം വീണ്ടും അവിടെ എണീച്ച് ഇന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്ന അതുവരെ സഞ്ചരിച്ച് അവിടെ പോയി ആ ഒട്ടകം മുട്ടുകുത്തി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള സദസ്സുകളിൽ ആ ഭാഗങ്ങൾ പറയാം. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഹിജ്റയും അതിലുള്ള ത്യാഗങ്ങളും കാര്യങ്ങളും നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. ദീനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സഹിക്കേണ്ടുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവരൊക്കെ തരണം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ പറയുന്ന പ്രയാസങ്ങളിൽ സഹായങ്ങളും മറ്റും നൽകി അവരതിൽ വിജയിച്ചു. അതുപോലത്തെ ആ ഒരു വിജയം നമ്മളും ശ്രമങ്ങൾ നടത്തി ക്ഷമ അവലംബിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോയി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.